ഒരു നിമിഷം കൈകൾ നെഞ്ചത്ത് വെച്ച് നമ്മൾ ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം, അവിടുത്തെ ആകർഷണം, അവിടെ നിന്ന് നൽകിയ സ്നേഹത്തിൻ്റെ അവസരം, കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള ദൈവവിളി, അതൊക്കെയാണ് ഈ നിമിഷത്തിൻ്റെ പ്രത്യേകത. ഈ നിമിഷത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും വിവേചിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കൃതജ്ഞതാനിർഭരമായ മനസ്സോടുകൂടി പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കുക. ശ്രുതികട ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിലെപ്പോഴും ദൈവത്തോടുള്ള ഒരു ആരാധനയും ഉള്ളിലൊരു ആത്മാവിൽ ആത്മീയമായൊരു സന്തോഷമൊക്കെ ഉണ്ടാകണം. നിങ്ങൾ വന്നിരിക്കുന്നത് കുറേ അധികം ഭാരങ്ങളും ജീവിത ക്ലേശങ്ങളുമായിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം. പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓർത്ത് അതൊന്നും മാറ്റി വെക്കുന്നത് നല്ലതാണ്. ആരാധനയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല. ഒരു പക്ഷേ ആരാധന കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാകത്തില്ല. ആരാധനയ്ക്ക് നിങ്ങളുടെ അളഞ്ഞ മോന്ത ആവശ്യമില്ല. ആരാധന കഴിയുമ്പോൾ അതുണ്ടാകത്തുമില്ല. അപ്പോൾ സന്തോഷത്തോടെ വേണം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ നിമിഷങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നതിന് നന്നാണ്. അത് ദൈവത്തോട് നന്ദി പറയണം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ കൈകൾ കൊണ്ടാണ് നമ്മൾ ദൈവത്തെ തൊടുന്നത്. ദൈവത്തെ തൊടുന്നത് വരെ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് കലാപരമായിട്ടും സാംസ്കാരികമായിട്ടുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ തൊടുന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, പല ആധ്യാത്മിക ഗുരുക്കന്മാർ പോലും ഈ സാംസ്കാരികവും കലാപരവുമായിട്ടുള്ള ആധ്യാത്മിക വിഷയങ്ങളെ സംസാരിക്കുന്നതിൻ്റെ കാരണം അവരെ ഒരറിവിൻ്റെ തലത്തിലേക്ക് കർത്താവിനെ ബൗദ്ധികമായൊരു അന്വേഷണത്തിൻ്റെ വസ്തു എന്ന രീതിയിൽ ദൈവത്തെ ചുരുക്കുന്നത് കൊണ്ടാണ് അനന്തമായ അന്വേഷണം നീണ്ടുപോകുന്നത്. ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമില്ല, പിന്നെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ അനുഭവം എന്തുമാത്രം സയൻറ്റിഫിക് ആക്കി എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സുവിശേഷ വിഹിതമായ ആത്മീയ സരണികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനുഭവത്തിൻ്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് എങ്ങനെ കയറി പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഉടമ്പടി പുതുക്കാൻ ഉദ്ദേശിക്കുന്നവരെക്കുറിച്ചാണ്. ഉടമ്പടി എടുക്കുന്നവരെക്കുറിച്ചുള്ള ക്ലാസ്സുകളും മോഡലിൽ സാധാരണ കിട്ടാറുണ്ട്. ഉടമ്പടി പുതുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പക്ഷേ ഒരു 500ാമത്തെ ക്ലാസ്സാണിത്. 500 സബ്ജക്റ്റായിരിക്കും. ഉടമ്പടി പുതുക്കുന്നവർ ദൈവത്തെ പുതുക്കുന്നു, തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ വളരുന്നു. ഈ വളർച്ചയുടെ വഴികൾ, പടവുകൾ, ബോധപൂർവമായൊരു അന്വേഷണം നമ്മുടെ മുമ്പിൽ നിന്ന് ഉണ്ടാകുന്നിടത്ത് വെച്ചാണ് അനുഭവങ്ങൾ, പുതിയ പുതിയ അനുഭവങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം നമ്മുടെ സ്പിരിച്വാലിറ്റി ഇൻ്റൻഷൻ ബേസ്ഡായി പോകും. നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പൈതലെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു പ്രാർത്ഥനാർത്ഥി അല്ലെങ്കിൽ ഇൻ്റൻഷൻ ബേസ്ഡായിട്ടുള്ള കുറച്ച് നിയോഗങ്ങളുള്ള ദൈവദർശനെ കുറച്ച് നിയോഗങ്ങൾ നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലേ വരത്തുള്ളത്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് നമുക്ക് അധികകാലം തുടരാൻ പറ്റത്തില്ല. കുറച്ച് നിയോഗങ്ങൾ നിവർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് നിയോഗങ്ങൾ നിവർത്തിയാക്കാൻ വേണ്ടി ദൈവതിരുസന്നിധിയിൽ ഇങ്ങനെ ഭിക്ഷാന്തേഹിയായി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവതിരുസന്നിധി നമുക്ക് അധികകാലം തുടരാൻ പറ്റത്തില്ല.
അതിൻ്റെ ഒരു ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ ദൈവത്തെ എന്തോ മിസ്യൂസ് ചെയ്യുന്ന ഒരു ആളായിട്ട് നിങ്ങളെ ബ്രാൻഡഡ് ആവും. അത് അപകട മേഖലയിലേക്കാണ് പോണത്. ദൈവത്തെ ഇങ്ങനെ സ്വന്തം ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടി മിസ്യൂസ് ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾ ബ്രാൻഡഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം നിങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ അന്വേഷണങ്ങൾ, ഞാനെപ്പോഴും ഈ നിയോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഞാൻ നിയോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ നിയോഗങ്ങൾക്ക് അപ്പുറത്ത് നിങ്ങൾ നിയോഗം തരുന്ന നിയന്താവിനെ മനുഷ്യരെ കണ്ടെത്തി ക്രിസ്തുവിലെ ആഴപ്പെടണമെന്നുള്ളൊരു ബോധത്തിലാണ് നമ്മൾ ഉടമ്പടി പുതുക്കി പോകുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് ഒത്തിരി മനുഷ്യർ നിങ്ങളൊക്കെ ഒരേ സമയത്ത് ഉടമ്പടി എടുത്തവരും ചില ആൾക്കാരൊക്കെ വല്ലാതെ ഇങ്ങനെ വളർന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചില ആൾക്കാർക്ക് ഒരു വളർച്ചയുമില്ല. അവരാ പഴയ ഇപ്പോൾ IELTS അല്ലെങ്കിൽ OET അല്ലെങ്കിൽ B2 ഒക്കെ പറഞ്ഞിങ്ങനെ ആ താഴ്വാരങ്ങളിലിങ്ങനെ ഒരേ നക്കാപ്പിച്ച കാര്യവും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണമെന്നല്ലാതെ ദേ ഡോണ്ട് വാണ്ട് ദി ഗോഡ്. ദൈവത്തെ അവർക്ക് ആവശ്യമില്ല. അവർക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിജയം കിട്ടി, ഒരു വസ്തുവൊക്കെ വിറ്റ് കടമൊക്കെ മാറി എങ്ങനെയും കഞ്ഞി വെച്ച് പോയാൽ മതി എന്നുള്ള ഒരു ഉദ്ദേശത്തേക്ക് ഇങ്ങനെ പോയാൽ അധികം പോകാൻ പറ്റത്തില്ല. ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടിയുമായിട്ട് ദൈവവുമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉടമ്പടിയുടെ ബേസ്മെൻ്റ് എന്താണ്? നമ്മുടെ വളർച്ചയുടെ ആധാരങ്ങളാണ്. ഉടമ്പടിയുടെ ബേസ്മെൻറ്റ്, ഉടമ്പടിയുടെ ആധാരം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയുടെ ആധാരമാണ്. അപ്പോൾ എന്താണ് ആധാരം? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഒരു വ്യക്തിക്ക് എന്തുമാത്രം വളരാൻ കഴിയും ദൈവത്തിൽ? ഒരു വ്യക്തിക്ക് ദൈവത്തിൽ വളരാൻ കഴിയണത് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിന് ആനുപാതികമായിട്ടായിരിക്കും. ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്തോരം ഉണ്ട്. വാട്ട് ഈസ് ദ ലാസ്റ്റ് പ്രോമിസ്? ദ ലാസ്റ്റ് പ്രോമിസ് ഈസ് ക്രൈസ്റ്റ്. അവസാനത്തെ വാഗ്ദാനം എന്താ? ദൈവത്തിൻ്റെ സമ്പൂർണ്ണ വാഗ്ദാനം ക്രിസ്തുവാണ്. പിന്നെ ഈ സമ്പൂർണ്ണ വാഗ്ദാനം നിങ്ങളെ ജീവിതത്തിൻ്റെ പരാധീനതകൾക്ക് ക്രിസ്തുവിനെ അവലംബിച്ച് മുന്നേറുമ്പോൾ സമാന്തരമായിട്ട് തന്നെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ അറിവിൽ വർദ്ധിക്കണം. ഇത് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഉടമ്പടി പുതുക്കത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. എന്താണ്? സ്രഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവിൻ. അത് നമുക്ക് നൽകിയിരിക്കുന്നൊരു ചലഞ്ചാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. കൊളോസ്യസ് 3:10. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കൊളോസ്യസ് 3:9-10 തിരുവചനങ്ങൾ. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇതാണ് ഉടമ്പടിയുടെ ഒരു ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്താണ് ലാസ്റ്റ് ചാപ്റ്റർ? എന്താണത്? അപ്പോൾ ഉടമ്പടി പുതുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് നമ്മൾ ഓരോരോ ഇതിൻ്റെ ഭൗതികമായ ആനുകൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യം അനുസരിച്ചുകൊണ്ട് ദൈവദൈവസ്ഥനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യം ഈശോ പറഞ്ഞതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്. ആവശ്യമില്ലാത്തതല്ല, ആവശ്യമാണ്. പക്ഷേ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യത്തെയും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. മത്തായി 6:32. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിലപാട് ഇതാണ്. ഭൗതിക ആവശ്യങ്ങളെ ഹോണർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ PR പെൻഷനോ വീടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ബിജി സാബ് പെരുങ്ങല ഇന്നലെ ഉച്ച കഴിഞ്ഞ് പറഞ്ഞൊരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യം സിമ്പിൾ സാക്ഷ്യമാണ്. വലിയ ഉടമ്പടിയുടെ അത്ര ക്വാളിറ്റിയുള്ള സാക്ഷ്യമല്ല. എന്നാലും ഒരു 60% മനുഷ്യരും ആശ്വാസം നൽകുന്നൊരു സാക്ഷ്യമാണത്. എന്താ വിഷയം എന്ന് പറയണത്? ഇവരുടെ വീട് ഒരു താഴ്വാരത്തിലാണ്. മലയുടെ താഴ്വാരമല്ല, പിന്നെയും താഴെയാണ്, ചതുപ്പമാണ്.
മലയടിവാരത്തിൽ താമസിക്കുന്നതൊക്കെ ചിലർക്ക് ഭയങ്കര ദുരിതമാണ്. മഴ പെയ്യുമ്പോഴൊക്കെ മുകളിൽ നിന്ന് മലയിൽ നിന്ന് വെള്ളം നേരെ ഇങ്ങോട്ട് വരും. വെള്ളം മാത്രമല്ല വരാൻ പോണത്, മല തന്നെ ഇടിഞ്ഞു വരും ചിലപ്പോൾ. അപ്പോൾ ഇവിടെയൊക്കെ മനസ്സിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം അവിടുന്ന് പോകണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ താമസിക്കാൻ അപ്പോഴും ഇടം കിട്ടി അവിടെ താമസിച്ച് പോകണം. ഇവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ കൂടുതലാണ്. ഇവരുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ബിജിയുടെ ഹസ്ബൻഡ് 2 പ്രാവശ്യം അറ്റാക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുമാത്രം കാര്യം. ഈ അറ്റാക്ക് വന്ന ആൾ ഈ നമ്മുടെ ചിലരുടെ വീട്ടിലൊക്കെ വന്ന പോലെ വീടിൻ്റെ അകത്ത് വണ്ടി കയറത്തില്ല. ഇത് മല കയറി പോകണം. മല കയറി ചെല്ലുമ്പോഴാണ് ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ മല കയറി ചെല്ലുമ്പോഴാണ് റോഡുള്ളത്. ഈ നെഞ്ചിവേദന വന്ന ആളെ എങ്ങനെയാണ് മല കയറ്റണത്? ഓരോ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടില്ലേ? അതാണ് ഈ പറഞ്ഞത് 6:30 ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അവരുടെ പ്രശ്നം എന്താ? അവരുടെ പ്രശ്നം ഇനി ഒരു അറ്റാക്ക് വന്നാൽ അതിന് മുമ്പ് ഇവിടുന്ന് മാറണം. കാര്യം വണ്ടി പിടിച്ച് പെട്ടെന്ന് വണ്ടി കിട്ടിപ്പോകാൻ ആശുപത്രി പോകാൻ പറ്റിയ ഒരു സാഹചര്യം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുന്നത് ഈശോ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനേക്കാൾ വിഷയം എന്താണ്? വണ്ടി നെഞ്ചുവേദന വന്ന വണ്ടി പിടിച്ചാൽ അപ്പോൾ വണ്ടി വരണ ഒരു സ്ഥലത്ത് എത്തണം, മിനിമമാണ്. പക്ഷേ ജീവൽ പ്രധാനമായ ആവശ്യമാണത്. അപ്പോൾ ബിജി എന്താ ചെയ്യണത്? ആ സ്ഥലം ആരും വാങ്ങിക്കത്തില്ലെന്ന് ഉറപ്പാണ്. കാര്യം നമുക്ക് വേണ്ടേ പിന്നെ മറ്റുള്ളവർ വാങ്ങിക്കുക. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കാൻ പാടായിരിക്കും. അപ്പോൾ ഉടമ്പടിയിലാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. എന്താ കാര്യം? ഉടമ്പടിയിൽ നമ്മുടെ സാധാരണ ഒരു മനുഷ്യനെ ഈ എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത്, സാധാരണ എന്ത് ധ്യാനം നിങ്ങൾ കൂടിയാലും എന്ത് പ്രാർത്ഥന രീതികൾ അവലംബിച്ചാലും അതെല്ലാം എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് എക്സ്പ്രഷൻസ് വരുമ്പോൾ പ്രെയർ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരു പുതിയ പുസ്തകം ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു പുതിയ പ്രാർത്ഥനാ പുസ്തകം കൂടി കിട്ടും. അതിൽ കുറച്ച് പുതിയ ഇൻറ്റൻഷൻസ് കൂടി ഉണ്ടാകുമെന്നും, പിന്നെ ഒരു ഉപവാസമോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന, ഇതൊക്കെയായിട്ടാണ് ഈ സംഭവം അവസാനിക്കുന്നത്. പക്ഷേ എല്ലാം ഹരിച്ച് കുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഗ്രോത്ത് ഉണ്ടായി? ആ പ്രെയർ മേഖലയിൽ ആണൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്, പ്രാർത്ഥനയിലാണ്. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസിൻ്റെ പ്രാർത്ഥനയ്ക്ക് എത്ര % ഔട്ട്പുട്ടുണ്ട്? എനിക്ക് തോന്നുന്ന ഒരു 25% ഉള്ളൂ. വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ, വിശ്വാസത്തിലാണല്ലേ വിഷയം മുഴുവൻ ഇരിക്കുന്നത്. നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി, നമുക്കൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ആണ് നമ്മൾ വിശ്വാസം എന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻസ് എന്താണ്? ഫസ്റ്റ് എക്സ്പ്രഷൻസ് എന്താണ്? വിശ്വാസത്തിൻ്റെ ആദ്യത്തെ പ്രകടരൂപം എന്താണ്? പ്രകടരൂപം പ്രാർത്ഥനയാണ്, അല്ലേ? അപ്പോൾ ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടും, അല്ലേ? ചിലർ പറയും ഞാൻ വിശ്വാസ പ്രമാണം 51 പ്രാവശ്യം ചൊല്ലി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടി, നിങ്ങൾ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയാലും കർണക്കൊന്ത 100 പ്രാവശ്യം ചൊല്ലിയാലും നിങ്ങൾ ചെയ്യണതെന്താ? പ്രാർത്ഥനയാണ്. ഇപ്പം ഒരു സാധനം തന്നെ കുടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പൊട്ടാസ്യം ഉണ്ടാവും, ഫോസ്ഫേറ്റ് ഉണ്ടാവും, ചിലപ്പോൾ മറ്റ് മിനറൽസ് ഒന്നും ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ പാല് തന്നെ കുടിക്കാൻ, പാല് മാത്രം കുടിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുക? കുറച്ച് കഴിയുമ്പോൾ കൊളസ്ട്രോൾ ഒന്ന് ചത്തുപോകും. അപ്പം അതിൻ്റെ അകത്തുണ്ടാകുന്ന ലാക്ടോജൻ അല്ലെങ്കിൽ അതുപോലെയുള്ള കാൽഷ്യം ഉണ്ട്. ഇപ്പം കാൽഷ്യം മാത്രമാണ് പാല് മാത്രമാണ് ഒരു മനുഷ്യൻ കുടിക്കണമെന്നുണ്ടെങ്കിൽ എല്ല് മാത്രം ഉറച്ചിരിക്കും, മറ്റേ ഈ പേശികളെല്ലാം കിളുകളാണെന്നും പറഞ്ഞിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം പ്രോട്ടീൻ വേറെ വേണം എക്സ്ട്രാ ആയിട്ട്, അതിൻ്റെ അകത്തുള്ള മിനറൽസൊക്കെ വേറെ വേണം. പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ദൈവസ്നേഹമുണ്ട്, ദൈവവിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ഇത്രയും പുണ്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ദൈവത്തിന് എന്താണ് നേട്ടം എന്നുള്ള വിഷയത്തിൽ വെച്ചാണ് പ്രാർത്ഥന മടങ്ങണത്. തിരിച്ചിങ്ങനെ കമ്പി മടങ്ങണ പോലെ മടങ്ങും. അതാണ് ഈ പ്രാർത്ഥനയുടെ പോയിൻ്റ് കുറയാൻ കാര്യം. നിങ്ങൾക്ക് പ്രാർത്ഥന എണ്ണം കൂട്ടിയാലും, വിശ്വാസ പ്രമാണം 10,000 പ്രാവശ്യം ചൊല്ലിയാലും, പ്രാർത്ഥന എണ്ണം കൂട്ടിയാലും, ഈ അതിനകത്ത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവിക പുണ്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിലും ദൈവത്തിന് ഇത് എന്തുകൊണ്ട് എന്താ പ്രയോജനം എന്നുള്ള വിഷയം വരുമ്പോൾ 0 മാർക്ക് വരും. കാര്യം ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല.
എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതോറിറ്റി വർദ്ധിക്കണം, നിങ്ങളുടെ ആധികാരികത വർദ്ധിക്കണം. ആധ്യാത്മികത എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പേര് അധികാരമെന്നായിട്ട് മാറും. ആധ്യാത്മികത വളർന്നു കഴിഞ്ഞാൽ ആധ്യാത്മികത അതോറിറ്റിയായിട്ട് മാറും. നമ്മൾ കാണുന്ന ഭൗമിക അധികാരമല്ല, ദൈവികമായ ഒരു അധികാരം വരും. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ വക്താവായി നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള അനുവാദം ദൈവം തരും നമുക്ക്. അതുകൊണ്ടാണ് ചില ആൾക്കാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2-3 കൊല്ലം മുമ്പ് ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോൾ ഈ ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ. ചേർത്തല ആശുപത്രിയിൽ ഒരു പ്രേക്ഷിത നിൽക്കാൻ അവിടെ എന്തോ കാര്യത്തിന് പത്രം കൊടുക്കാനൊക്കെ ചെന്നതാണ്. അപ്പോൾ ഒരു പെങ്കൊച്ചിനെ അവിടെ കണ്ടു. അപ്പോൾ ഈ പ്രേക്ഷിത ഇവരെ നേരത്തെ കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും പ്രേക്ഷിത ഈ പത്രം കൊടുക്കുന്നതിനിടയ്ക്ക് ഈ മകളോട് ചോദിച്ച്, മകളെ നീ എന്തിനാണ് വന്നത് ഇവിടെ എന്ന് ചോദിച്ചു. ഒരു കാര്യമില്ല ചോദിക്കാൻ, ആശുപത്രി വന്നവിടൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും പരിപാടി. പക്ഷേ ആ പ്രേക്ഷിതയ്ക്ക് ഇവരോട് അങ്ങനെ ചോദിക്കാൻ തോന്നി, മകളെ നീ എന്തിനാണ് ഇവിടെ വന്നത്? മിണ്ടത്തില്ല. ഇവള് അവിടെ നിൽക്കുന്ന വേറൊരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അവരും മിണ്ടണില്ല. ഇവരുടെ ആൻറ്റിയാ മറ്റിയാണ്, അമ്മയുടെ അനിയെത്തിയ എന്തോ സംഭവമാണ്. അവരും മിണ്ടണില്ല. എന്തിനാണ്? ഇവളുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചിട്ട് ഒരു 4 മാസമേ ആയുള്ളൂ. അതിന് മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ പാല് കുടി തീരുന്ന മുമ്പ് തന്നെ അടുത്ത കുഞ്ഞിനെ പ്രഗ്നൻ്റായി. അങ്ങനെ അവർ പ്രതീക്ഷിച്ചില്ല. അത് പ്രതീക്ഷിച്ചില്ല. സാധാരണ പാല് കുടി തീരുമ്പോഴല്ലേ കുഞ്ഞുങ്ങളെയൊക്കെ രണ്ടാമത്തെ കുഞ്ഞിനെയൊക്കെ കിട്ടുന്നത്. ഇത് അതിന് മുമ്പ് പ്രഗ്നൻ്റായി. അപ്പോൾ ഇതിനെ ഏക്കത്തില്ല ആരും ഏക്കണില്ല. ഈ രണ്ടാമത്തെ പ്രസവം എവിടെയാണ് വരേണ്ടത്? സാധാരണഗതി ചെറുക്കൻ്റെ വീട്ടിലാണ് വരേണ്ടത്. അപ്പോൾ ചെറുക്കൻ്റെ അമ്മ ഈ പ്രസവം ഏക്കത്തില്ല. എന്താ കാര്യം? അവരുടെ മകൾ പ്രസവിക്കാൻ വേണ്ടി അവിടെ ഒന്നിപ്പുണ്ട്. നമ്മൾ എന്തെല്ലാം ആശയങ്ങൾ പറഞ്ഞാലും ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ശരിക്കും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അമ്മായിയും ചെറുക്കൻ്റെ അമ്മനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? അവരുടെ മകൾ പ്രസവിക്കാൻ വേണ്ടി വന്നിപ്പുണ്ട്. അപ്പോഴാണ് മരുമകൾ രണ്ടാമതും ഗർഭമായിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് ഇതിവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു? ഇവൾ ഇവിടുത്തെ വയറുമായിട്ട് ഇവളുടെ അമ്മയെടുത്ത് പോയി. അമ്മയെടുത്ത് ചെല്ലുമ്പോൾ അമ്മയുടെ മോന്ത അപ്പം തന്നെ മാറി. അത് തുലാമാസത്തിൽ കറമേഘം വെക്കണ പോലെയായി. എന്താ കാര്യം? ഇവളുടെ അമ്മ പറയണത്, നിന്നെ ഇവിടെ പ്രസവിക്കാൻ കൊണ്ടുപോകുന്ന നിർത്തിയതിൻ്റെ പേരിൽ എനിക്ക് 80,000 രൂപ കടമുണ്ട്. അതാണ് വിഷയം. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവരെ കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ സേവയിൽ പോയാലേ ഈ കടം തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് സേവയിൽ പോകണം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നീ ഇവിടെ വന്ന് പ്രസവിക്കാൻ പോയാൽ 160 പിന്നെ ഒരു 2 ലക്ഷം രൂപ കടമാകും. ഞാനെങ്ങനെ വിട്ടാൽ? അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞത് ശരിയാ. ജീവിതത്തെ അതിൻ്റെ രീതികൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതാണ് ഈ കർത്താവ് പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾക്ക് മനുഷ്യനെ സഹായിക്കുന്ന എല്ലാം മനുഷ്യൻ്റെ അവസ്ഥകളാണത്. ഒരു മനുഷ്യനെ ഇതിൻ്റെ അടുത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പെണ്ണിൻ്റെ അപ്പനെയും പറയാൻ പറ്റത്തില്ല, പെണ്ണിൻ്റെ അമ്മനെയും പറയാൻ പറ്റത്തില്ല, ചെറുക്കൻ്റെ അമ്മനെയും പറയാൻ പറ്റത്തില്ല. ചെറുക്കൻ നമുക്ക് വേറെയും പ്രശ്നമുണ്ട്. അവിടെ വെള്ളമില്ല, കുറവാണ് വെള്ളം. ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് തന്നെ വെള്ളമാണ്. അത് പിടിച്ച് വെച്ചിട്ട് അത് പൈപ്പിൽ വെള്ളം വരുമ്പോൾ 100 പേര് പൈപ്പ് തുറന്നിട്ട് ഇങ്ങനെ നൂല് പോലെ വെള്ളം വരും. അപ്പോൾ ഈ പ്രസവക്കാരൊക്കെ എങ്ങനെയാണ് ഈ വെള്ളം കിട്ടി ആവശ്യമായ വെള്ളം കിട്ടണത്? അപ്പോൾ അവർക്ക് മടുത്ത് അവർ വേറെ എവിടെയോ കിണറ്റിപ്പൊക്കെ കോരിയൊക്കെയാണ് ആദ്യത്തിന് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സങ്കടങ്ങളിൽ ഉള്ള മനുഷ്യരാണ് ഇവരെല്ലാവരും. നമുക്കിവരെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനം എടുക്കുക എന്നല്ലാതെ, പിന്നെ ദൈവമാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ വിഷയവും അതാണ് അങ്ങനെ പറയണത്. 6:32 കണ്ട എന്താ പറയണത്? എന്ത് മനോഹരമായ വചനമാണത്! ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. അതെനിക്ക് ഭയങ്കരമായൊരു വചനമാണ്. അത് കർത്താവിന് കൈയടിച്ച് നിങ്ങൾ കർത്താവിന് നന്ദി പറയാം. നീ മാത്രം
ഇങ്ങനെയുള്ള മനുഷ്യാവസ്ഥകളെ ദൈവം വളരെ കൃത്യമായി ഈ മനുഷ്യാവസ്ഥകൾ കർത്താവിൻ്റെ കൺമുമ്പിലേക്ക് ഇതിൽ എഴുതി വെക്കുമ്പോൾ ഇതിന് ഭയങ്കരമായ രീതിയിൽ മാറ്റങ്ങളുണ്ടാവും. ഉടമ്പടിയിലാണെങ്കിൽ ഇതിന് 1000 പരിഹാരമാണ് വരണത്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു വരേണ്ട കാര്യം, ഇപ്പോഴേ ഈ ചെറുക്കൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പെണ്ണിൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പിന്നെ ചെറുക്കനോട് പറഞ്ഞപ്പോഴേ ഇത് നടക്കത്തില്ല കേട്ടോ, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു നീ അതിനെക്കൊണ്ട് കളയാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റിനെ ചട്ടം കെട്ടി അബോർഷന് വേണ്ടി ഗവൺമെൻറ് ആശുപത്രി വന്നിരിക്കുക. ഇതാണ് വിഷയം. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ കൊച്ച് ഒരു ജീവൻ വഴിയാധാരമായി. ഇതിൻ്റെ റിസ്ക് ആർക്കും എടുക്കാൻ പറ്റണില്ല. ചെറുക്കൻ്റെ വീട്ടിലെടുക്കാൻ പറ്റണില്ല, പെണ്ണിൻ്റെ വീട്ടിലെടുക്കാൻ പറ്റുന്നില്ല. കൊച്ചിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു. അപ്പം ചില ആൾക്കാർക്ക് ഈ ഇരുന്ന് പെട്രോളിനൊരു പ്രശ്നമുണ്ട്. പെട്രോള് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിങ്ങനെ ഇരുന്ന് ആവിയായി പോവും. ഇതുപോലെ മനുഷ്യന്മാർക്കും ഇരുന്ന് ആധ്യാത്മിക ശൈത്യം സംഭവിക്കും. അതായത് ദൈവം നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തരുന്ന സംഭവങ്ങളെ ചില ആൾക്കാർ അത് താഴ്ചക്കാക്കി മാറ്റിക്കളയും. ഇപ്പോൾ എല്ലാവരും തോറ്റില്ലേ ഇതിൻ്റെ അകത്ത്? ഒരു കുഞ്ഞ് ജനിക്കാൻ പോകണമെന്ന് കണ്ടപ്പോൾ എല്ലാവരും കൈ ഒഴിഞ്ഞതിൻ്റെ അകത്ത്. ഇനി ഇവർ പള്ളിയിൽ പോവുകയും ചെയ്യും, കുമ്പസാരിക്കുകയും ചെയ്യും, കുർബാന സ്വീകരിക്കുകയും ചെയ്യും, പറഞ്ഞ ഉടമ്പടി പുതുക്കുകയും ചെയ്യും. ഇവരുടെ ജീവിതവും ഉടമ്പടിയും തമ്മിൽ ടാലിയാകണില്ല. അതാണ് പ്രശ്നം. ഇതൊക്കെ ഭംഗിവാക്ക് പറഞ്ഞെങ്കിലും ഒരു കുരിശ് വന്നപ്പോൾ അവർ കർത്താവിനെ മറന്നു. അതാണ് വിഷയം. കർത്താവിനെ മറന്നു. ഇതിൻ്റെ അകത്ത് പറയണത് ഉള്ള ഈ വിഷയം എന്ന് പറഞ്ഞാൽ, അതായത് ഇരുന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം വന്നാൽ ദൈവത്തോട് 500 കാര്യം ചോദിക്കും, ദൈവം നമ്മളോട് 1 കാര്യം ചോദിക്കും. അതാണ് വിഷയം. ദൈവത്തോട് നമ്മൾ 500 കാര്യം ചോദിക്കും, ദൈവം നമ്മൾ 1 കാര്യം ചോദിക്കും. ഞാൻ 500 കാര്യം നിങ്ങൾക്ക് സാധിച്ചു തരാം, പക്ഷേ എനിക്ക് നിങ്ങളോടൊരു ആവശ്യമുണ്ട്. ആ കുഞ്ഞിനെ കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണം. കൊന്നെന്ന് പറഞ്ഞവർ 500 കാര്യം വാങ്ങിച്ചുകൊണ്ടിരിക്കും, പക്ഷേ 1 കാര്യം ചെയ്യത്തില്ല. ഇതാണ് ഇരുന്ന് അധികാരം പോണവർ. പല ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ആധ്യാത്മിക ദുരന്തം ഇതാണ്. വെറുതെ ഇരുന്ന് ആധ്യാത്മിക അധികാരം നഷ്ടപ്പെടും. വെറുതെ ഇരുന്ന് നിങ്ങളൊന്ന് 1 കൊല്ലം വെറുതെ ജീവിച്ചാൽ മതി, നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം ഉണ്ടായ പവർ ഇന്നുണ്ടാകത്തില്ല. നിങ്ങൾക്കിങ്ങനെ 1 കൊല്ലം വെറുതെ ജീവിച്ചാൽ മതി, ഒന്നും ചെയ്യാതെ ജീവിച്ചാൽ മതി. പക്ഷെ ഇരുന്ന് നമ്മുടെ പവർ പോകും. എന്താ കാര്യം? നമുക്ക് ദൈവം തരുന്ന ഡെയിലി ബ്രെഡ്, അന്നു വേണ്ട ആഹാരം പോലെ തരുന്ന സാധനങ്ങളെ നമ്മളതിനെ തട്ടിക്കളയും. ഇത് കാരണം ബൈബിൾ എന്ത് പറയും? ബൈബിൾ പറയും നിങ്ങൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യരാകണമെന്ന് പറയും. ഈ പഴയ മനുഷ്യന്മാരാണ് ഇത് തട്ടിക്കളയണത്. അപ്പോൾ പഴയ മനുഷ്യരായി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്ക് ആനുകൂല്യങ്ങൾ തരുമ്പോൾ തന്നെ അടുത്ത ആനുകൂല്യം തരുന്നതിന് മുമ്പ് നമ്മളോട് പറയും നിങ്ങളെന്ത് ചെയ്യണം, ആ പഴയ മനുഷ്യനെ മാറ്റാൻ പറയും. ഇപ്പം നമ്മളെയുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പഴയ മനുഷ്യൻ ആണ് പിന്നെയും വരണത്. നിങ്ങൾ 45-ാമത്തെ വയസ്സിൽ എന്ത് സ്വഭാവം കാണിച്ചിരുന്നോ അതുതന്നെയാണ് 65-ാമത്തെ വയസ്സിലും കാണിക്കുന്നത്. ആപ്പിശിക്കും, അതുപോലെ അർത്ഥയ്ക്കുപ്പ് ഇതൊക്കാത്ത പരിപാടികളും, ആൾക്കാരോട് മാന്യതയില്ലാതെ സംസാരിക്കുന്നതും. 45-ാമത്തെ വയസ്സിൽ എങ്ങനെ സംസാരിച്ചു അത് തന്നെ 65-ാമത്തെ വയസ്സ് സംസാരിക്കണമെങ്കിൽ ഗ്രോത്തില്ല. ഇതിൻ്റെ അകത്ത് ഇത് ഗ്രോത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് എന്ത് ചെയ്യണം, നിങ്ങൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ, ഇതിലെന്ത് പറയും, പഴയ മനുഷ്യനെ. ആ വചനം എടുത്ത് 3, 11, 12 കൊളോസ്യൻസ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൊളോസ്യോസ് 3:9-10 തിരുവചനം. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മൻഡേറ്ററി ആയിട്ടുള്ള ഒരു കമാൻഡ് എന്ന് പറയണത്, നിങ്ങൾ ക്രൊണോളജിക്കലായിട്ട്, അതായത് വർഷത്തിനൊപ്പം വയസ്സ് വർദ്ധിച്ചു വരുമ്പോൾ
ആ പഴയ മനുഷ്യനെ അതിൻ്റെ ചെയ്തികളോട് കൂടെ ദൂരെ എറിയണം. അല്ല ഉടമ്പടിയുടെ കളർ മാറ്റിയിട്ട് കാര്യമില്ല. അവിടെ വിഷയം. ഉടമ്പടി പുതുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതുക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു പുതുക്കലുണ്ട്. അത് പേപ്പറിൻ്റെ പുതുക്കലല്ല, മറിച്ച് എന്താണ്? സ്വഭാവത്തിൻ്റെ പുതുക്കലാണ്. ഈ സ്വഭാവം ഒരു ഭയങ്കര സീരിയസാണ്. കഴിഞ്ഞ മാസം അതിനെക്കുറിച്ച് കണ്ടിരുന്നു. കാര്യം ബൈബിൾ പറയണത് നമ്മുടെ സ്വഭാവം എന്താണെന്നൊന്ന് ബൈബിള് പറയണതിന് മുമ്പ് പറയും, നിങ്ങൾ ദൈവസ്വഭാവത്തിലേക്ക് വരാൻ പറയും. നിങ്ങൾ നമ്മുടെ സ്വഭാവം എന്താണെന്നതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് ബൈബിൾ വളരെ പോസിറ്റീവായിട്ട് പറയും, നിങ്ങൾ ദൈവസ്വഭാവത്തിലേക്ക് വരാൻ പറയും. അത് 2 പത്രോസിന്റെ 1:4 വായിച്ചേ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്. ഇത് വിഷയം കണ്ട എന്താ പറഞ്ഞിരിക്കുന്നത്? ദുരാശ മൂലം ഒന്ന് പറഞ്ഞ ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്നല്ല പറയണത്. 2 പത്രോസിലെ 1:4 വാഗ്ദാനം നൽകിയിരിക്കുന്നു. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടിയാ ശരിക്കും വാഗ്ദാനം എന്ന് പറയണത്. ഉടമ്പടി നൽകിയിരിക്കുന്നതാണ് പറയണത്. അപ്പം അതറിയണമെങ്കിലേ, അതായത് നമ്മുടെ സങ്കീർത്തനം 105 എടുത്ത് 105:8 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ 105:8 അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അപ്പൊ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും, തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അപ്പൊ ഉടമ്പടിയും വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് തന്നെയാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ എന്താണ്? വാഗ്ദാനങ്ങളെ നമ്മൾ അർഹരാക്കുകയാണ്. ദൈവം നമുക്ക് മനുഷ്യരാശിക്ക് കൊടുത്തിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിത അവസ്ഥകളനുസരിച്ചുകൊണ്ട് 8000 സിസ്റ്റം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഈ ഒറ്റ ഉടമ്പടി കൊണ്ട് 8000 വാഗ്ദാനങ്ങളിൽ നമുക്ക് അവകാശികളാക്കുകയാണ് നമ്മളെ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഇപ്പം അത് 5:9 എന്ന് വായിച്ചേ. 105:9 അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസ്ഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. ഉടമ്പടി വാഗ്ദാനം തന്നെ എന്നല്ല പറയണത്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത്? വാഗ്ദാനം നമ്മളെ പ്രാപിക്കുകയാണ്. ഈ വാഗ്ദാനം അലപരാധികൾക്കും ജഡിക സന്തതികൾക്കും വാഗ്ദാനം പ്രാപിക്കാൻ പറ്റത്തില്ല. അവിടെ വെച്ചാണ് ഉടമ്പടി പുതുക്കി വരണത്. അലപരാധി ജീവിതമുള്ളവർക്കും ജഡിക ജീവിതം ഉള്ളവർക്കും ഉടമ്പടിയുടെ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പല കാര്യവും നടക്കാത്തതിൻ്റെ കാര്യം അതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ആ ഉടമ്പടി എടുത്ത കാലത്ത് എന്ത് സ്വഭാവമായിരുന്നു അതുതന്നെ ഇപ്പോഴും. പിന്നെ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിക്കണത്? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഉടമ്പടി പുതുക്കുന്നതിന് ആനുപാതികമായിട്ട് എങ്ങനെയാണ് വരണമെന്ന് വെച്ചാൽ, ഈ വാഗ്ദാനം പ്രാപിക്കുന്നതനുസരിച്ച് ദൈവസ്വഭാവം ആർജിച്ചുകൊണ്ടേ ഇരിക്കണം. അതാണ് 2 പത്രോസിന്റെ 1:4 ഒന്നുകൂടി വായിച്ചേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ. വിനാശം ഉണ്ടാകണത് എങ്ങനെയാണ്? വിനാശം ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? ദുരാശ മൂലമാണ്. കണ്ടില്ലേ? ദുരാശ മൂലമാണ് വിനാശം ഉണ്ടാകുന്നത്. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ വിനാശം ഉണ്ടാകാം, സമാധാനക്കുറവുണ്ടാകാം. വിനാശമെന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിലും അത് പൊതുവെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വിനാശമാണ് അനുഭവിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി ചെയ്തത് UK പോകാനാണ്. അപ്പോൾ UK കാര്യങ്ങൾ സെറ്റായപ്പോൾ തന്നെ കൂട്ടുകാരത്തി പറഞ്ഞ് ആസ്ട്രേലിയയിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആസ്ട്രേലിയയിലേക്ക് പോയത്. അവിടുത്തെ പണിയും പഠിച്ച് തിരിച്ചു വന്നിരിക്കുന്ന ആൾ. ദുരാശ. ഉടമ്പടി വേറെ,
ഇപ്പം ദുരാശകൾ ഇങ്ങനെ മാറും മനുഷ്യനെ. ദുരാശ മൂലമാണ് വിനാശം ഉണ്ടാകുന്നത്. ഉടമ്പടി ചെയ്ത് UK പോകാനാണ്. പക്ഷേ ഉടമ്പടി അത് ദൈവത്തെ പ്രോസസ് ചെയ്തിരിക്കുമ്പോൾ ഈ പിശാചിന് വേറെ ആരാണ്ട് വന്ന് പറഞ്ഞ് ആസ്ട്രേലിയയാണ് ഇതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞു. ഉടനെ ഇവൾ ആസ്ട്രേലിയയിലേക്ക് വണ്ടി തിരിച്ചു വിട്ട് അത് കുളമായി നാശകോടാരിയായി തിരിച്ചു വന്നു. അതാണ് വിനാശം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്തുമല്ല, ദുരാശ മൂലമാണ് വിനാശം വരണത്. കണ്ട, എപ്പോഴും നമ്മൾ നോക്കുക, നമ്മുടെ ഈ ആശകളുടെ ഉള്ളിൽ പലപ്പോഴും ആശ എന്ന് പറഞ്ഞ പല കാര്യവും ആഗ്രഹമായിരിക്കത്തില്ല, ദുരാശയിരിക്കും. ദുരാശ മൂലം ലോകത്തിന് വിനാശം എന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിന് ആർക്കെങ്കിലും ഒരു ദുരാശ വന്നാൽ സ്വാഭാവികമായിട്ടും വിനാശം ഉറപ്പാണ്. ഇപ്പോഴെന്താ വിഷയം എന്ന് പറയണത്? ഇതിനൊക്കെ എല്ലാം അത് നമുക്കിങ്ങനെ ഒരു അനുഷ്ഠാന ക്രമത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് എഴുതി കെട്ടി താത്തിച്ചും പോയി തോന്നിയ മാസം പോലെ ജീവിച്ച് ദൈവത്തിനെ അനുഗ്രഹം അടിച്ചു മാറ്റാവുന്ന ഒരു വ്യാമോഹം ആർക്കും ആവശ്യമില്ല, നടക്കത്തില്ല. ഇതോടുകൂടി നിങ്ങളുടെ ഒരു തകർച്ച തുടങ്ങുകയാണ്. എന്താ കാര്യം? നിങ്ങൾ ദൈവത്തിനെ പറ്റിച്ച് ദൈവത്തിനോട് ചെയ്ത വാഗ്ദാനം പാലിക്കാതെ പഴയ വഴികളിൽ തന്നെ നിങ്ങൾ ജീവിക്കുകയാണ്. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. വെളുക്കാൻ തേക്കണത് പാണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒപ്പം തന്നെ ദൈവിക സ്വഭാവത്തിലേക്ക് വ്യക്തി ഉടമ്പടിയല്ലേ ദൈവത്തോടല്ലേ ചെയ്യണത്. നിങ്ങൾ ഉടമ്പടി ചെയ്യണ കാലത്ത് ഉടമ്പടി ചെയ്യാൻ അർഹതയില്ലാത്തവരാണെന്ന് ഓർത്തേക്കണം. ദൈവത്തോട് ഉടമ്പടി ചെയ്യണമെങ്കിൽ ദൈവത്തോട് ദൈവിക സ്വഭാവം ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. കാരണം ദൈവത്തോടല്ലേ ഉടമ്പടി ചെയ്യണത്. ചെകുത്താനും ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ദൈവ സ്വഭാവം വേണം ഇതിൻ്റെ അകത്ത്. അതാണ് 2 പത്രോസ് 1:4 പറയണത്. ആ ദൈവസ്വഭാവം ഒന്നിനു വായിച്ചേ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവസ്വഭാവത്തെ കുറിച്ച് ഒന്നൊരു പറഞ്ഞേ. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്. അപ്പൊ ഈ ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി ചെയ്യണ സമയത്ത് നിങ്ങൾ ഒരു ലോകത്തനമല്ല ആയിരിക്കും. ഈ ഉടമ്പടി ക്രിസ്തുവിൽ ഒരു വ്യക്തി വളരുന്നതിന് വേണ്ട പ്രോസസ്സിങ്ങിൻ്റെ വിഷയമാണ്. മരമറിയാതെ ഒന്നും കൊടിയിടരുത്. ഞാൻ നിങ്ങളുടെ അടുക്കുന്ന ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് ക്രിസ്തുവിൽ വളരാൻ വേണ്ടിയുള്ള സംവിധാനമാണിത്. അതായത് എന്നിട്ട് ദൈവിക സ്വഭാവത്തിലേക്ക് വ്യക്തി വരണം പതുക്കെ. അല്ല നിങ്ങളിങ്ങനെ ലോകത്തന്മാരെ പോലെ ജീവിച്ച് പണ്ടത്തെ തട്ടിപ്പും വെട്ടിപ്പും ആൾക്കാരുടെ കടുത്തേക്ക് ഏറ്റവും തോന്നിവാസമൊക്കെ ആയിട്ട് ജീവിച്ചിട്ട് ഏതെങ്കിലും ഇങ്ങനെ ഉടമ്പടി വന്ന് ഈ പപ്പങ്ങ കുത്തിയിടുന്ന പോലെ അനുഗ്രഹം കുത്തിയിടാനൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അതിൽ ഓരോ അടിക്കടി ഉടമ്പടി പുതുക്കുമ്പോഴും ഈ വ്യക്തി ദൈവിക സ്വഭാവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കണം. ദൈവിക സ്വഭാവത്തിൽ പങ്കെടുക്കുന്നതനുസരിച്ച് നമുക്കറിയാൻ പറ്റും. എങ്ങനെ വരാൻ പറ്റും? അധികാരം വർദ്ധിക്കും. ഒരു വ്യക്തി ദൈവിക സ്വഭാവത്തിലാണ് പോകണമെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് അധികാരം വർദ്ധിക്കും. എന്തധികാരമാണ്? അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? A+ ധിക്കാരമല്ല കേട്ടാ. അധികാരം പണ്ട് പിരിച്ചെഴുതി പറയത്തില്ല. A+ ധിക്കാരം, അധികാരം അതല്ല, ധിക്കാരമല്ല. അധികാരം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ ദൈവവുമായിട്ടുള്ള ബന്ധം. ഇപ്പം തന്നെ ഞാൻ ആ ചേർത്തല കാര്യം പറഞ്ഞില്ലേ, ഈ പ്രേക്ഷിത പത്രം കൊടുക്കാൻ തന്നെ പ്രേക്ഷിതയും ഈ സ്ത്രീ ഗർഭിണിയായി അബോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന സ്ത്രീയും തമ്മിലൊരു ബന്ധമില്ല. ഫസ്റ്റ് ടൈം കാണുകയാണ്. പക്ഷേ കർത്താവ് അവളോട് പറഞ്ഞു, നീ ഇവളോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രേക്ഷിത ചോദിച്ച, മകളെ നീ എന്താ ഇവിടെ വന്നത്? അപ്പോൾ അവർ പരിങ്ങലായി. ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കി. ആൻറ്റി തെക്കും ചാരി നിൽക്കുക, അങ്ങോട്ടൊക്കെ നിൽക്കുകയാണ്. അവർ പഠിക്കുമെന്നാണല്ലോ അവർ. അപ്പം ആൻറ്റി അടുക്കത്തില്ല. ചില ആൻറ്റിമാരൊക്കെയാണ് ഈ ലോകത്ത് ആദ്യം നരകത്തിൽ പോകാൻ പോണത്. ഒരു സംശയമില്ല കാര്യത്തിൽ. ലൈനടിക്കും, അണ്ടർഗ്രൗണ്ടിനും ഭൂമിയുടെ അടിയിൽ കൂടി കേബിൾ വലിക്കാനും എല്ലാത്തിനും അവതാളത്തിലാക്കാനും എല്ലാ വിശ്വാസത്തിന് വിരുദ്ധമായ ബന്ധം ഉണ്ടാക്കാനും ഒക്കെ കൂടെ നിന്നിരിക്കുന്ന ആന്തിമാരാണ്. ആന്റിമാർക്ക് പണി വരുന്നുണ്ട്. അവർ സൂക്ഷിച്ചോ. നിങ്ങൾ ദൈവത്തെ മറന്നൊന്നും ചെയ്യരുത്. കർത്താവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ തലയിടരുത്. നിങ്ങൾക്ക് അതിനെ അനുഭവിച്ചിട്ടില്ല. നിങ്ങളാണ് ഉടമ്പടി ജീവിതം അധികാരത്തിൻ്റെ ജീവിതമാണ്. കണ്ടേ, ഇപ്പോൾ ഈ പ്രേക്ഷകർ കണ്ടില്ലേ? അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, എന്താ മോളെ വന്നത്? അപ്പോൾ ഇങ്ങനെ സംഭവം. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കൊള്ളാം, നിന്നെ കുഞ്ഞിനെ കൊല്ലരുതെന്ന് പറയും. കണ്ടാ, തീരുമാനം എന്നെ വരണ്ടില്ലേ? അതാണ് അധികാരം എന്ന് പറയണത്.
നിൻ്റെ പ്രസവം ഞാൻ എടുത്തോളാം, പക്ഷെ നീ കുഞ്ഞിനെ കൊല്ലരുത്. കർത്താവിന് അത് ഇഷ്ടമല്ല. നീ കൊലപാതകമായിട്ട് മാറണം, പിന്നെ ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നീ ഒരിക്കൽ കൊലപാതകമായി കഴിഞ്ഞാൽ എത്ര കാലത്തെ അനുതാപം കൊണ്ടും സൽപ്രവർത്തനം കൊണ്ടുമാണ് ഇത് നീ വിടാൻ പോണത്. ഇതിനാണ് അധികാരം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ സ്വന്തം അമ്മയും അമ്മായിയമ്മയും എടുക്കാത്ത കുരിശ് അന്യ സ്ത്രീ ഏറ്റെടുക്കുകയാണ്. അതിനാണ് അധികാരം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ അധികാരം. അവർക്ക് കിട്ടാൻ പോയ അധികാരം ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു വ്യക്തി വളരുമ്പോൾ, ഉടമ്പടി വളരുമ്പോൾ ഈ ദൈവത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. എന്താണ് അവളെടുക്കുന്ന ഭാരം? ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ ഭാരം എന്ന് പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു, എൻ്റെ ഭാരം എന്ന് പറഞ്ഞിട്ട് ഈശോ എന്താ പറഞ്ഞത്? അത് ലഘുവാണെന്നാണ് പറഞ്ഞത്. കാര്യം എന്താണ്? കർത്താവിൻ്റെ അഭിഷേകത്തോടെ ഒരു ഭാരമെടുത്താൽ കൂടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമേ ദൈവമെന്നും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇവൾ എന്താ ചെയ്യിക്കണത്? ഈ പ്രേക്ഷിത എന്ത് പറ്റി? അവളെ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ സൃഷ്ടിയായിക്കൊണ്ടിരിക്കുക. കണ്ട ഈശോയുടെ ഭാരം എന്ന് പറയുന്നത് എന്താ? വായിച്ചേ. മത്തായി 11:30. മത്തായി 11:30. എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അപ്പൊ കർത്താവിന് വേണ്ടി ഒരു ചുമടെടുത്താല് അത് ദൈവത്തിൻ്റെ അഭിഷേകം ഉള്ളത് കൊണ്ട് ഇവർക്ക് ഭാരം കുറഞ്ഞു കിട്ടും. പ്രേക്ഷിതയ്ക്ക് ഭാരം കുറഞ്ഞു കിട്ടും. അമ്മയ്ക്കും ഇത് ഭാരമാണ്. കാര്യം എന്താ? മാനുഷ്യമായിട്ടാണ് അവരെടുക്കുന്നത്. അമ്മ സേവയിലെ വരുമാനമാണ് നോക്കിയത്. കാര്യം 10,000-20,000 രൂപ മാസം കിട്ടുന്നതാണ്. അപ്പോൾ ഒരു കൊച്ചിനെ കൊന്നാലും കുഴപ്പമില്ല, 20,000 രൂപ കിട്ടുമെന്നാണ് അമ്മ കരുതുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതേ, ഒരു മനുഷ്യൻ ക്രിസ്ത്യാനിയാണ് അല്ലേ എന്നുള്ളത് ഇതുപോലെ 1-2 അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ ദൈവം അസസ് ചെയ്യണേ. നിനക്കിட்ட പണി തന്നതാണേ. നീ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നാക്ക് നീട്ടി 24 മണി എല്ലാ ദിവസവും വന്ന് കുർബാന സ്വീകരിക്കുമ്പോൾ നീ അല്ല എന്ന് പറയാൻ വേണ്ടി കർത്താവ് നിന്നെ ബ്രാൻഡ് ചെയ്യണതാണ്. ഇതുപോലെ ഒരു കുരിശങ്ങടെ വിട്ടിട്ട് വെച്ച് തരും. അപ്പം നീ എൻ്റെ പെടലി ഓടിയണേ, താഴെ ഇറക്കി വെക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് കറന്ന് കാറും. അപ്പം അത് മാറി നിൽക്കാൻ പറഞ്ഞെങ്കിൽ ഈ പണിക്ക് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. അതായത് ഇരുന്ന് പവർ പോകും ആൾക്കാർക്ക്. നിങ്ങളുടെ സ്വഭാവം എന്താണോ അത് ദൈവികമല്ല എന്നുണ്ടെങ്കിൽ ഇരുന്ന് പവർ പോകും. അതുപോലെ തന്നെയാണ് ഇരുന്ന് പവർ കൂടുന്നത്. ഈ പ്രേക്ഷിത കണ്ട അവിടെ ഇരുന്ന് പവർ കൂടുകയാണ്. അധികാരം എന്ന് പറയുന്നതാണ് ആധ്യാത്മികതയുടെ ലക്ഷണം എന്ന് പറയുന്നത്. അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ദൈവത്തിന് വേണ്ടി ജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നല്ല അധികാരം ഉണ്ടാകേണ്ടതാണ് എല്ലാവർക്കും. ഉടമ്പടി നീലയും വെള്ളയൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അധികാരം ഉണ്ടാകുന്ന ചോദിക്കുന്നത് പിന്നെയും പേർക്കിടാവിൻ്റെ പരിചയം പറഞ്ഞുകൊണ്ട് വലിയമ്മമാർ വെള്ള ഉടമ്പടിയായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മകളെന്ത് ഈ പേർക്കിടാവിനൊരു അമ്മ ഉണ്ടല്ല, അവൾ ഇന്ന് ഇതിൽ പോയെന്ന് ഉദ്യോഗത്തിന് പോയിരിക്കുകയാണ്. അപ്പം അമ്മാമ്മയുടെ ഉടമ്പടിയിൽ പേരക്കിടാവിന് പരീക്ഷയ്ക്ക് പേപ്പറും കൊണ്ട് വന്നിരിക്കുകയാണ്. അമ്മ കാണാനില്ല. ആ പണ്ടാരെ എൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചോദിക്കും കുമ്പസാരത്തിലത്തെ കൊല്ലമായെന്ന് ചോദിക്കും. ആ സാധനമൊന്നും അതിനില്ലത്. അതിങ്ങനെ ഉദ്യോഗം ചെയ്തുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ ഉടമ്പടി പോരണത് പോരട്ടെ പിന്നെ തൂമ്പാ പോലെ അനുഗ്രഹം വെട്ടിയെടുക്കണം അമ്മാമ്മനെ കൊണ്ട്. ഈ അമ്മാമ്മമാർക്ക് ഞങ്ങൾ ഉടമ്പടി കൊടുക്കാത്തതിൻ്റെ കാരണം ഇവർ ഇന്നലെ നാളെ പേരക്കിടാങ്ങളെ കാര്യം പറഞ്ഞുകൊണ്ട് വരും. അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഉടമ്പടിയിൽ പേരക്കിടാങ്ങൾക്ക് പ്രൊവിഷൻ ഇല്ല കേട്ടോ. അമ്മാമ്മമാർ ആരും ഒരിക്കലും പേരക്കിടാങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരരുത്. നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം പറയാം. പേരക്കിടാങ്ങളെ പറയാതെ നിങ്ങളുടെ അതിന് അപ്പനും അമ്മയും ഉണ്ട്. നിങ്ങൾ അമ്മാമ്മയാണ് ഇല്ലേ? അത് എപ്പോഴും ഓർത്തേക്കണം. ഞങ്ങളിതെല്ലാം നോക്കിയാണ് ഈ വിഷയം ചെയ്തിരിക്കുന്നത്. ആധ്യാത്മികമായ വളർച്ച ഉറപ്പ് വരുത്തുന്ന രീതിയിലല്ല ക്രമീകരിക്കണം. അല്ലാതെ കൈ നനയാതെ മീൻ പിടിക്കാൻ ഒരു മക്കളെയും സമ്മതിക്കത്തില്ല. കാര്യം ഇവിടെ കൃപാസനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അടയാളങ്ങൾ എന്തിൻ്റെ അടയാളമാണ്? ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളമാണ്. ആ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളം ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷയായ ഉടമ്പടി എന്ന് അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ് ദൈവം അത് ടേക്കപ്പ് ചെയ്യണത്.
അവൻ പറയണ പോലെ ചെയ്യാത്ത ആൾക്കാർ ഇതിനാണ് ആൾത്താരെ വരണത്. എപ്പോഴും നമ്മൾ ഓർത്തേക്കണം, ആൾത്താരെ നിങ്ങളെ കൊണ്ടുവരുന്നുണ്ട് ആൾക്കാരെ. ഞാൻ എൻ്റെ അകത്ത് ഒരാളെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ, ക്യാൻസർ രോഗികളാണ്. ക്യാൻസർ 4th സ്റ്റേജ് ആണെങ്കിൽ ഭാര്യയുടെ ഉടമ്പടിയിൽ ആൾത്താരെ വരാം, അല്ലാത്ത ആർക്കും ആരുടെ ഉടമ്പടി ആൾത്താരെ വരാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ധ്യാനകേന്ദ്രമായതുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷയാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തിൽ വളരുന്ന വ്യക്തികളാണ്. സുവിശേഷം കൊടുക്കാൻ വേണ്ടും ആധ്യാത്മിക അധികാരം പ്രാപിച്ചുകൊണ്ട് വളരാനുള്ളതാണ് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശം. അപ്പോൾ വളർച്ചയില്ലാത്തൊരു ആൾക്കാരെ ഞാൻ കയറി കണ്ട കാര്യമുണ്ടാകും, അവർ വേറെ ധ്യാനകേന്ദ്രത്തിൽ പോകണം. ഇവിടെ ഇതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. പ്രത്യക്ഷീകരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ആ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടി, അടയാളം കിട്ടാൻ വേണ്ടി ദൈവം ഈ ലോകത്തിൽ തന്നതാണ് ഉടമ്പടി. ആ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള 8850 വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവിക സംവിധാനമാണ് ഉടമ്പടി. ഉടമ്പടി തന്നെയാണ് വാഗ്ദാനം, വാഗ്ദാനം തന്നെ ഉടമ്പടി. വാഗ്ദാനം പ്രാപിക്കുന്നത് ഉടമ്പടി ജീവിച്ചുകൊണ്ടാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ ഉടമ്പടി പ്രയോഗത്തിൽ വരുമ്പോൾ, ആ പ്രയോഗത്തിൽ വരുന്നതിൻ്റെ വിശ്വാസം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മാർഗമാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. അതാണ് ആ പ്രാർത്ഥനയ്ക്ക് 25 പോയിൻ്റാണ് ഉള്ളത്. ബാക്കി ദൈവാനുഗ്രഹത്തിൻ്റെ അകത്ത് 25 പോയിൻ്റാണ് ഈ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്നത്. അത് നിങ്ങളെ പ്രാർത്ഥന നീട്ടിപ്പാടിയാലും കുറുക്കി പാടിയാലും ആവർത്തിച്ച് പാടിയാലും പോയിൻ്റ് 25ആണ്. എന്താ കാര്യം? പ്രാർത്ഥനയ്ക്കുള്ള ഒരു പരാധീനത, അതുകൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം മക്കളെ. നിങ്ങളെവിടെ ഇരുന്നുകൊണ്ട് 1000 വിശ്വാസപ്രമാണം ആവർത്തിച്ച് ചെല്ലുക, ദൈവത്തിന് എന്താണ് അതിനകത്ത് റിട്ടേൺസ്? ദൈവത്തിന് അതുകൊണ്ട് എന്താ പ്രയോജനം? അതാണ് വിഷയം. നിങ്ങളെ നാക്കെട്ടടിച്ച് നീട്ടിപ്പാടിയെന്ന് വിചാരിച്ചോ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു 3 മണിക്കൂർ ഭജന എടുത്തോ, അതുകൊണ്ട് ദൈവത്തിന് എന്താണ് പ്രയോജനം? അപ്പോൾ ദൈവത്തിന് പ്രയോജനം ഇല്ലാത്ത കാരണം തന്നെ പ്രാർത്ഥനയുടെ പോയിൻ്റ് 25 പോയിൻ്റായിട്ടാണ് ഇനി വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ പ്രാർത്ഥന 45 പോയിൻ്റുള്ള ഒരു സാധനം ഇതിൻ്റെ അകത്തുണ്ട്. അതെന്താണത്? പ്രഖ്യാപനമാണ്. 45 പോയിൻ്റ്, 25 പോയിൻ്റാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. 45 പോയിൻ്റുള്ള ഒരു കാര്യം ഈ പ്രാർത്ഥനയ്ക്ക് ഉടമ്പടിയിലുണ്ട്. അതെന്താണ്? പ്രഖ്യാപനമാണ്. പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഖ്യാപനം എന്ന് പറയുന്നത് രക്ഷ പ്രാപിക്കുന്നതിന്, രക്ഷയെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള സിംഗിൾ വിൻഡോ ഓപ്പറേഷനാണ് പ്രഖ്യാപനം എന്ന് പറയുന്നത്. അത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പോൾ യേശു കർത്താവാണെന്ന് പറയണം അധരം കൊണ്ട് വരുമ്പോൾ ഞാനിങ്ങനെ യേശു കർത്താവാണ് എന്ന് പറഞ്ഞിരിക്കുകയല്ല. അത് ആരോടാ പറയേണ്ടത്? കർത്താവിനെ അറിയാത്തവരോട് പറയണം. അതാണ് പ്രഖ്യാപനത്തിൻ്റെ പ്രശ്നം. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. റോമ 10:9 ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ പ്രാപിക്കാനുള്ള 2 വഴികളാണ് ഉള്ളത്. എന്തൊക്കെയാണത്? രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു.
ആ വിഷയം. ക്രിസ്ത്യൻ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ. അതറിയണമെങ്കിൽ ലൂക്കാ 2:30 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ആരാണ്? ശിമയോൻ ദീർഘദർശി ഉണ്ണിമിശിഹായെ കയ്യിലെടുത്ത് പറയുന്ന വാക്കാണ്. അപ്പം രക്ഷ ആരാണ്? ഈശോയാണ്. ഈ ഈശോയെ എന്താ മനുഷ്യൻ ചെയ്യണത്? രക്ഷ പ്രാപിക്കുകയാണ്, അല്ലേ? രക്ഷ പ്രാപിക്കുകയാണ്. രക്ഷ പലതരത്തിൽ പ്രാപിക്കാം. ഈ ക്രിസ്തുവിനെ പലതരത്തിൽ പ്രാപിക്കാം. അത് ബോഡിയിൽ പ്രാപിച്ച ക്രിസ്തു ശക്തി ആയതുകൊണ്ട് സൗഖ്യമായിട്ട് നമുക്ക് മാറും. അത് ഇതുപോലെ ജീവിത മണ്ഡലങ്ങളിൽ പ്രാപിക്കാം. ക്രിസ്തു ശക്തി ആയതുകൊണ്ട് അത് അനുഗ്രഹമായിട്ട് മാറും. ജോലി, വീട്, വിവാഹം, അങ്ങനെ പോവുക സംഭവം. ഇനി ക്രിസ്തുവിനെ മറ്റു വ്യക്തികളിലേക്ക് പ്രാപിക്കാം. അതെങ്ങനെയാണ്? യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയണം. ഏറ്റുപറയുന്ന വിഷയങ്ങൾ എപ്പോഴും ഓർത്തേക്കണം. യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ ആരോടാണ് ഏറ്റുപറയണത്? മനുഷ്യന്മാരോട് പറയണം യേശു കർത്താവാണെന്ന്. മനസ്സിലായില്ലേ? ഏറ്റുപറയുന്ന എല്ലാത്തിനും ഒരു സമൂഹം ഉണ്ടാവും. ഏറ്റുപറയുന്ന എല്ലാത്തിനും ഒരു സമൂഹം ഉണ്ടാവും. സമൂഹത്തിന് മുന്നിൽ നമ്മൾ പറയണത് യേശു കർത്താവാണെന്ന്. അതാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണമെന്ന് പറഞ്ഞത്. 10:32 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. മത്തായി 10:32 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പൊ ഏറ്റുപറച്ചിൽ മനസ്സിലായില്ലേ? റോമ 10:9 രക്ഷ പ്രാപിക്കാൻ വേണ്ടിയുള്ള ഫോർമുല ഏറ്റുപറച്ചിലാണ്. എന്താണ് ഏറ്റുപറയേണ്ടത്? യേശു ഇപ്പം മത്തായി 10:32 പറയണത് എന്താ പറയണത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണമെന്നാണ് പറയണത്. പക്ഷേ മനുഷ്യ മുമ്പിൽ എന്നെ ഏറ്റുപറയണത് എന്താണ് ഏറ്റുപറയേണ്ടത്? യേശു കർത്താവാണെന്ന് ഏറ്റുപറയണം. അതാണ് വിഷയം. യേശു കർത്താവാണെന്ന് ഏറ്റുപറയണം. യേശു കർത്താവാണെന്ന് ഏറ്റുപറയണമെങ്കിൽ അധികാരം വേണം. യേശു കർത്താവാണെന്ന് പറയണം. ഇപ്പം ക്യാൻസർ അല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. നിൻ്റെ കുഞ്ഞ് ആശുപത്രി കിടക്കേണ്ട വെൻറ്റിലേറ്ററല്ലേ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആശുപത്രി കൊണ്ടുപോകാം, അല്ലെങ്കിൽ ബന്ധുക്കളെ അറിയിക്കാമെന്ന് ഡോക്ടർ പറയും. അപ്പം ആത്മാവിൽ പറയും നമ്മൾ എന്താണ്? ഡോക്ടറല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. അവരവിടനെ അമ്മ പോയി കൈയും പിരിച്ച് നിൽക്കണ കാണാം നിത്യാരാധനയിൽ ആശുപത്രിയിൽ. കർത്താവേ നീയല്ലേ കർത്താവ്, നീയാണ് കർത്താവ്. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി നിന്ന് കൈ പിടിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നു അതുപോലെ ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നു നിൻ്റെ നാമത്തിലെന്ന്. അത് പ്രഖ്യാപനമാണത്. ഇങ്ങനെ അധികാരം കിട്ടിയാണ് നമ്മൾ വളരണത്. അല്ല നക്കാപ്പിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹം അടത്തിയിട്ടല്ല വളരണത്. ഓരോ വചനവും നിറവേറ്റിക്കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉടമ്പടിയിൽ വളരണത്. വളർച്ച പ്രാപിക്കുന്ന അനുപാതികമായിട്ട് അധികാരം കൂടിക്കൊണ്ട്, അതാണ് ഈശോ നൽകുന്ന ഏറ്റവും നല്ല സംഭവം അത് തന്നെയാണ്. എന്താ ഞാൻ നിങ്ങൾക്ക് അത് കണ്ട ആ വചനം എടുത്തേ, മത്തായി 10:1 എടുത്തേ. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 10:1 അവൻ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. അല്ല, ഈശോ നൽകുന്നൊരു സംഭവമാണ് അധികാരം. നിങ്ങൾ ക്രിസ്തുവിൽ വളരുന്ന അനുസരിച്ച് കൊണ്ട് അധികാരം കിട്ടിക്കൊണ്ടേയിരിക്കും. എന്തിനാണ്? ഏറ്റുപറഞ്ഞാണ് അധികാരം ഉണ്ടാക്കുന്നത്. അല്ല ഉടമ്പടി ഇങ്ങനെ നീല വെള്ളയായി സിൽവറായെന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യമില്ല. മറിച്ച് ഈ അധികാരത്തെ വളരുന്നുണ്ടെന്ന് നോക്കണം. അധികാരത്തിൽ വളരണത് ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. ഏറ്റുപറയേണ്ടത് യേശു കർത്താവാണെന്നാണ്. യേശു കർത്താവാണെങ്കിൽ വേറെ ആരും കർത്താവല്ലെന്നാണ്. ശ്രുതികട ഹല്ലേലൂയ. പ്രശ്നങ്ങളല്ല
കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ, നാഥനേ. യേശുവേ രക്ഷക, കർത്താവേ, നാഥനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഈ പത്രം കൊടുക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ഈ അധികാരം കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്? അത് ഏറ്റുപറച്ചിലാണ് പത്രം കൊടുക്കുന്നത്. നിങ്ങൾക്ക് പണ്ടൊരു പത്രം കൊടുക്കാൻ പോലും എന്ത് പേടിയായിരുന്നു, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്ത് പറയുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് വിശ്വാസ പ്രമാണത്തിന് എണ്ണം കൂട്ടും. ഈ പണ്ടാരത്തിനെ കൊണ്ട് അതേ പറ്റത്തുള്ളേ. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകണത് ഈ ഉടമ്പടി കുലച്ച് വരുന്നില്ല എന്തുകൊണ്ടാണെന്ന്. കൈയിരിപ്പ് കൊണ്ടാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ്? കാര്യം നിങ്ങൾ ഈ പണ്ടത്തെ പരിപാടി തന്നെയാണ് ഇപ്പോൾ ഈ നാക്കിട്ടടിയുള്ള പരിപാടി തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, സത്യസന്ധമായിട്ട് ദൈവത്തിന് 10 പൈസ ഗുണമുള്ളൊരു കാര്യം ചെയ്തിട്ടില്ല. ക്രിസ്തുവിനെ കൈമാറാതെ ദൈവം നിങ്ങളെ അംഗീകരിക്കേണ്ടത്. ക്രിസ്തുവിനെ കൈമാറണം മറ്റു മനുഷ്യരോട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കൃപാ മറിയം എന്നും പറഞ്ഞൊരു മർത്തോമ ഡോക്ടർ വന്നായിരുന്നു. കൃപാ മറിയം അവർ കാത്തലിക്കിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആദ്യത്തെ കുഞ്ഞ് ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്ന് മരിച്ചുപോയി. ആദ്യത്തെ കൊച്ച് വയറ്റിൽ കിടന്ന് മരിച്ചു. ആന്തരിക രക്തപ്രവാഹം കാരണം. അപ്പോൾ അവർക്ക് ഡോക്ടറായതുകൊണ്ട് അവർക്കറിയാം ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നാൽ അടുത്ത കൊച്ചിനും അത് തന്നെ വരും, ആ കൊച്ചും മരിക്കും, അടുത്ത കൊച്ചിനും അത് തന്നെ വരും, അത് മരിക്കും എന്നറിയാം. പക്ഷേ ഡോക്ടറിന് ഈ ഉടമ്പടിയുടെ മാതാപിതാക്കന്മാർ പറയുന്നുണ്ട് ഉടമ്പടി തൈലം പെരുട്ട് വയറേറെന്നൊക്കെ പറയും. പക്ഷേ അവരെന്താ സയൻസ് അല്ല പഠിച്ചിരിക്കണത്. ഉടമ്പടി തൈലം അവർ സയൻസ് എല്ലാം പഠിച്ചിരിക്കണത് എടുത്ത് ഡോക്ടറായിട്ട് പിന്നെ ഉടമ്പടി തൈലം പെരുട്ടി എങ്ങനെ സിങ്കാകണത്? പക്ഷേ അതുകൊണ്ട് അവർക്ക് ആദ്യമൊക്കെ ഇത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ്. കാരണം ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിന് അവർ ശാസ്ത്രീയമായ കാരണങ്ങളല്ല കണ്ടുപിടിച്ചിരിക്കണത്. അതിന് പകരം ഉടമ്പടി തൈലം എടുത്ത് വയറ്റേ പെട്ടിയിൽ എങ്ങനെ ശരിയാവുന്നതാണ് ഇവിടെ ഈ ശാസ്ത്രീയ ബുദ്ധി കുടുംബം ഉണ്ടാകുന്നൊരു കുഴപ്പം. വിശ്വാസത്തിൽ ലളിതമായിട്ട് വിശ്വസിക്കാൻ പാടാണ്. നമ്മുടെ ഹൃദയശുദ്ധത എന്നുള്ള സാധനം പോവും. അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേക ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാര്യം ബൈബിളിൽ എന്താ നേരത്തെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബുദ്ധി കൊണ്ട് ലോകത്തെ മനസ്സിലാക്കി ദൈവത്തെ മനസ്സിലാക്കാനും പാടാണ്, ബുദ്ധിക്ക് അതീതമാണ്. അതുകൊണ്ട് ഹൃദയശുദ്ധതയാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബുദ്ധിയുടെ വങ്കത്വം കൂടുന്നതനുസരിച്ച് കൊണ്ട് ഹൃദയശുദ്ധത കുറഞ്ഞു വരും. ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്നല്ലേ. ടെക്നോടപ്പോൾ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 5:8. മത്തായി 5:8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവാനുഭവത്തിന് വേണ്ടത് എന്താണ്? ഹൃദയശുദ്ധിയാണ് വേണ്ടത്. അവരുടെ മാതാപിതാക്കന്മാർ കൊണ്ടുനടന്ന് അവർ ഡോക്ടറോട് പറയാം, മകളെ ഉടമ്പടി തൈലം തേക്ക്, കർത്താവല്ലാതെ ഇനി വേറെ മാർഗമൊന്നും ഇല്ലെന്ന് പറയും. അപ്പോൾ ഇവൾ പറയും ഉടമ്പടി തൈലം തേച്ചാലും ഡോക്ടർ പറയും ഉടമ്പടി തൈലം തേച്ചാലും ശരിയാകുമോ? ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അത് വരുമെന്നാണ് ശാസ്ത്രം പറയണത്. അതല്ല, അതാണ് പ്രശ്നം. അവർക്കത് സിങ്കാകണില്ല. പക്ഷെ കൊച്ചിനെ വേണം താനും. ഒരു കുഞ്ഞിനെ ഒരു കൊല്ലം വയറ്റിലിട്ടിട്ട് അവസാനം അത് ചത്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ അമ്മ അനുഭവിക്കുന്ന സങ്കടം എന്തായിരിക്കും? അതല്ല അതിൻ്റെ വൈകാരിക നിലവാരം എന്ന് പറയണത്. നമ്മുടെ ബുദ്ധിയും ശാസ്ത്രവും എന്തൊക്കെ പഠിപ്പിച്ചാലും ഈ അമ്മയുടെ കണ്ണുനീര് എങ്ങനെ പരിഹാരം കാണും? അതിന് കർത്താവ് തന്നെ വേണ്ടേ? അപ്പോൾ ഈ മാർത്തോമ ഡോക്ടർ എന്നാ പറഞ്ഞാലും ശരി, അവർ അടുത്ത പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ അവർ ഉടമ്പടിയിലോട്ട് വന്നു. സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തിട്ട് അവരുടെ 3-ാം മാസം ആകുമ്പോഴാകുമ്പോൾ തന്നെ അവർ വയറ്റിൽ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. വയറ്റിൽ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി. അവർ പറയണത്, ഞാൻ പിന്നീട് സ്കാനിങ്ങിന് പോകുമ്പോൾ 3-ാം മാസം 6-ാം മാസം 9-ാം മാസം സ്കാനിങ് ഉണ്ടല്ലോ, സ്കാനിങ്ങിന് പോകുമ്പോഴൊക്കെ ഞാൻ ഉപ്പ് കൊണ്ടുപോയി സ്കാനിങ്ങിൻ്റെ മെഷീൻ്റെ ഇപ്പുറത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയിടും. അതാണ് വിഷയം. അപ്പോൾ എന്താണ്? അവർ കൈപൊക്കി സമ്മതിക്കുകയാണ്, കർത്താവേ നീയാണ് ഈ വയറും കുഞ്ഞുങ്ങളെയും അതിൻ്റെ പ്രഗ്നൻസിയും ഡെലിവറിയും ഇതെല്ലാം സൃഷ്ടിച്ച ശാസ്ത്രമല്ലല്ലോ. ശാസ്ത്രം എന്താണ് ശരിക്കും പറഞ്ഞാൽ?
ദൈവം ഇവിടെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന കാര്യം എങ്ങനെയാണെന്നല്ലേ ശാസ്ത്രം പറഞ്ഞത്, എന്താണെന്നല്ല പറഞ്ഞത്. ദൈവം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം, അതാണ് വിഷയം. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ മറന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറയുമ്പോൾ നിങ്ങളുടെ ഭ്രൂണം കൊണ്ടുപോയി ശീതീകരിച്ച് വെച്ചിട്ട് ഒരെണ്ണം എടുക്കും, പിന്നെ 4 ഒരു പാക്കേജ് 5 ലക്ഷത്തിൻ്റെ പാക്കേജ്, അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നിങ്ങൾക്ക് തരും, ഒരെണ്ണം കൊന്ന് മാറ്റും. ഇതെല്ലാം പരിപാടി. ചിലപ്പോൾ ഒരെണ്ണം ജനിച്ചത് അപ്പോൾ എത്ര എണ്ണത്തിനെ കൊന്നിട്ടാണ്, എത്ര സൈഗോട്ട് കൊന്നിട്ടാണ് ഒരു കൊച്ചിനെ ഉണ്ടാക്കുന്നത്. ഇത് സഭ ഇതിനെതിരാണ്. അതുകൊണ്ട് ബുദ്ധിയും ബോധമുള്ളവരും ദൈവത്തോട് പേടിയുള്ളവരാരും ഈ സംഭവം ചെയ്യത്തില്ല. ഇന്നലെ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി. 16 കൊല്ലം മക്കളില്ല. 16 കൊല്ലം, ഒരു 6 കൊല്ലമല്ല, 16 കൊല്ലം. 16ാമത്തെ കൊല്ലം അവിടെ ഉടമ്പടി ചെയ്ത് 3-ാം മാസം ഒരു പ്രഗ്നൻ്റായി കുഞ്ഞിനെ കൊണ്ടൊന്ന് സാക്ഷ്യം പറയുക. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ശാസ്ത്രം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ഇടപെടൽ വേറെ ഒരു ലെവലിലാണ് ആ സംഭവം പോണത്. ഈ IUF ഉള്ളാന്ന ലോകത്ത് തന്നെയാണ് ഇവർ 16 കൊല്ലം മക്കളില്ലാതെ നടന്നത്. പക്ഷേ കർത്താവുമായിട്ട് അവർ ഉടമ്പടിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവരുടെ ആവശ്യം ദൈവത്തിൻ്റെ ആവശ്യമായി മാറും. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആവശ്യമായിട്ട് പ്രാഥമിക ഉടമ്പടി ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ദൈവ സ്വഭാവത്തിലേക്ക് പതുക്കെ ഉടമ്പടി ചെയ്യാനുള്ള അനുവാദവും അനുഗ്രഹവും യോഗ്യതയും വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അല്ല, പേപ്പറിൻ്റെ കളർ മാറ്റിയാൽ ശരിയാകത്തില്ല, വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് പറ്റണത്? അധികാരം കൂടും. പിന്നെ ഉടമ്പടിയിലുള്ള ഒരു വിഷയം എന്താ? അത് പ്രാർത്ഥന. ചില കാര്യം ഇപ്പോൾ 16 കൊല്ലം ഇവർ പ്രാർത്ഥിച്ചില്ലേ? 16 കൊല്ലം ഇവർ മക്കളില്ലാതെ ആൾക്കാർ 16 കൊല്ലം പ്രാർത്ഥിച്ച് കാണുമല്ലോ. എന്നാൽ പിന്നെ എന്താ 16 കൊല്ലത്തിലൂടെ ആ പ്രാർത്ഥനയ്ക്ക് മക്കളില്ലാതെ ഇടുന്നത്? അതിൻ്റെ അപ്പുറത്ത് കുറേ സാധനങ്ങളുണ്ട്. അതെന്താണ്? ഒന്ന് പ്രഖ്യാപനമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൻ്റെ ഉദ്ദേശം എന്താണ്? യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കണം. 10 പത്രം മനുഷ്യരെടുത്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തലക്കസുഖമാണ്. വിദ്യാഭ്യാസത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ലോകത്ത് പത്രം ചോദിച്ചുകൊണ്ട് നടക്കണം. നാണം ഉണ്ടാ നിങ്ങൾക്കെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ നാണമില്ല കർത്താവിന് വേണ്ടി. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ തലമുറ 2000 കൊല്ലമായിട്ട് നാണമില്ലാത്തവന്മാരാണ് ഇത് ഉണ്ടാക്കിയത്. അവർ ആടുകളുടെ കുപ്പായങ്ങൾ ഇട്ടുകൊണ്ട് വെയിലത്തൂടെ അവർ നടത്തിയിട്ടുണ്ട്. അവരെ മരത്തെ തൂക്കി അസ്ത്രം ചെയ്ത് കൊന്നിട്ടുണ്ട്. അവരെ കട്ടിലിട്ട് വറുത്ത് കൊന്നിട്ടുണ്ട്. അവരുടെ ഇന്നത്തെ ആൾക്കാരാണ് ഞങ്ങൾക്ക് നാണമില്ല. എന്താ കാര്യം? കർത്താവിനെ ലോകത്ത് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് നാണമില്ല. നീ ഇന്ന് ഞങ്ങളെപ്പോലെ നാളെ നീയും കർത്താവിനെ പ്രഘോഷിക്കുന്ന ഒരു കാലം ഉണ്ടാകുമെന്ന് പറയണം. അതാണ് അധികാരം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവാണെന്ന് ലോകത്തോട് പ്രഘോഷിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. എൻ്റെ മക്കളെ, റോമ 10:9 അനുസരിച്ച് കൊണ്ട് ഏറ്റുപറച്ചിലാണ്. എന്താണ്? യേശു കർത്താവാണെന്ന് ഏറ്റുപറയണം. എന്താണ്? മത്തായി 10:32 അനുസരിച്ച് കൊണ്ട് മനുഷ്യരുടെ മുമ്പ് ഏറ്റുപറയണം. അല്ല വീട്ടിൽ അടുക്കളയിൽ കുത്തിരുന്ന് ഏറ്റുപറയുന്ന കാര്യമല്ല ഇത്. അടുക്കളയിൽ കുത്തിരുന്ന് നമുക്ക് 1000 പ്രാവശ്യം വിശുദ്ധ പ്രമാണം ചെല്ലാം. പക്ഷേ നീ ഒരു കൊല്ലം ചെല്ലിയാൽ 25 പോയിൻ്റ് കിട്ടത്തുള്ളൂ. എന്താ കാര്യം? ഏറ്റുപറച്ചിലില്ല അതിൻ്റെ അകത്ത്. ഏറ്റുപറയണേ പുറത്തോട്ടിറങ്ങണം. ഏറ്റുപറയണമെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ പോകണം. ഏറ്റുപറയണമെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് കിട്ടണ അപമാനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. പക്ഷേ അതിൻ്റെ പോയിൻ്റ് എത്തിയുണ്ട്. 45 പോയിൻ്റാണ്. 45 ഏറ്റുപറച്ചിൽ 45 പോയിൻ്റാണ്. ഈ ഉടമ്പടി എന്തുകൊണ്ടാണ് കത്തി നിൽക്കുന്നത്? ഓരോ ദിവസം പുതിയ സാക്ഷ്യങ്ങളുമായിട്ട് ഇത് മുന്നേറാൻ കാര്യം എന്താണ്? പുതിയ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇടിവെട്ട് പാർട്ടിയാണ് വരണം ഇപ്പം. അതായത് നിങ്ങൾക്കറിയാമല്ലേ, മാർത്തോമാ സഭയിൽ ബൈബിൾ അല്ലാതെ അവർ വേറെ ഒന്നും അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ട് ഇന്ന് അവർ ഉടമ്പടിയിലേക്ക് വന്നിട്ട് ഉടമ്പടിയുടെ മുഴുവനോ അനുധാരികളെ അവർ നിവർത്തിയാക്കിയിട്ട് അവർ രണ്ടാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ച് കർത്താവിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടർ വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് എന്താണ്? പ്രയോഗമാണുള്ളത്. അപ്പോൾ വിശ്വാസത്തിന് ഏറ്റുപറച്ചിൽ പോലെ തന്നെ മൂന്നാമത്തൊരു ഘടകമുണ്ട് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസിലെ. ഒന്നെന്താണ്? ആദ്യത്തേത് എന്താണ്? പ്രാർത്ഥന. അത് നമ്മളെല്ലാവരും ചെയ്യണതാണ്. 25% പോയിൻ്റാണ് അതിനുള്ളത്.
രണ്ടാമത്തെ എന്താണ്? പ്രഖ്യാപനം. അതിന് 45% എന്താണത്? യേശു കർത്താവാണെന്ന് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുക. അതിൻ്റെ അകത്ത് പ്രസംഗമുണ്ട്, ഏറ്റുപറച്ചിലുണ്ട്. ഈ മാർത്തോമാ ഡോക്ടർ പറഞ്ഞ എന്താ? പള്ളിയിൽ പോയിട്ട് അവിടെ ഞാൻ ചെല്ലുമ്പോൾ കുറച്ച് പത്രം അവിടെ ആ പള്ളി കെട്ടുകെട്ടാണ്ടിരിക്കുകയും ഞാൻ അതെല്ലാം എടുത്ത് പള്ളിക്ക് ചുറ്റും നടന്ന് എല്ലാവർക്കും വിതരണം ചെയ്തിട്ട് ഈശോനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നെന്ന് അവരോട്. അതാണ് ഏറ്റുപറച്ചിലെന്ന് പറയണത്. അത് നിങ്ങളുടെ അടുക്കളയെ മൂലയ്ക്ക് ഇഷ്ടത്തിരുന്നുണ്ട് ഈ പിച്ചിമ്പയും പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ല. ഈ സംഭവം ഇറങ്ങി പ്രവർത്തിച്ച് പുറത്തുള്ളവർക്ക് കർത്താവിൻ്റെ മുമ്പിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് യേശു കർത്താവാണെന്ന്. ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഡോക്ടർ ഈ ഒരു വിശ്വാസത്തിലേക്ക് ഈ രീതി വരുക? ഒരിക്കലും വരത്തില്ല. ഇത്ര ഒത്തിരി പേര് ഈ മേഖലകളിൽ ഇപ്പോഴും വിശ്വാസത്തിൽ വളർന്നു വരുന്നുണ്ട്, വിശ്വാസ കൈമാറ്റത്തിലൂടെ വളരുന്നുണ്ട്, അവരുടെ അധികാരം വർദ്ധിച്ചു വരുന്നുണ്ട്. എൻ്റെ മക്കളെ, ഉടമ്പടി ഒരു ടൈം കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അധികാരം വർദ്ധിക്കുന്നത് കാണാം. മൂന്നാമത്തെ സംഭവം എന്താണ്? വിശ്വാസം എക്സ്പ്രഷൻസ്, പ്രാർത്ഥന. ദാറ്റ് ഈസ് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്, പ്രയർ. രണ്ടാമത്തെ എന്താണ്? പ്രൊക്ലമേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസം ഏറ്റുപറയുക. അതിനാ പ്രഖ്യാപനം എന്ന് പറയണത്. മൂന്നാമത്തത് എന്താണ്? പ്രാക്ടീസ് ഓഫ് ഫെയ്ത്ത്. എന്താണത്? വിശ്വാസ പ്രയോഗം. അതാണ് ഉപ്പെന്നൊക്കെ പറയണത്. വിശ്വാസ പ്രയോഗമാണ്. ഇപ്പം ഡോക്ടർ പറഞ്ഞില്ലേ, ഞാൻ സ്കാനിങ് ബോർഡ് ടേബിളിൽ ചെല്ലുന്ന മുമ്പ് തന്നെ, അതിനെ കിടക്കണ മുമ്പ് തന്നെ ഞാൻ, എൻ്റെ കർത്താവേ, ഇനിയെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, നീ കർത്താവാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു, ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. പ്രയോഗമാണത്. അതാണ് പ്രയോഗം എന്ന് പറയണത്. ഉടമ്പടി പ്രയോഗങ്ങൾ കൂടുതലാണ്. ഉടമ്പടി തൈലം എന്തിനുള്ളതാണ്? പ്രയോഗത്തിനുള്ളതാണ്. ഉടമ്പടി ഉപ്പ് എന്തിനാണ്? വിശ്വാസ പ്രയോഗത്തിനുള്ളതാണ്. നമ്മുടെ കൂദാശകളെല്ലാം ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ശരിക്കും ദൈവശാസ്ത്രത്തിൽ ഇതിന് വസ്തുവും ട്യൂബവും എന്ന് പറയും. എല്ലാ കൂദാശകൾക്കും വസ്തുവുണ്ട്. ചെയ്യാനുള്ളതാണ് വസ്തു, ചെല്ലാനുള്ളതാണ് രൂപം എന്ന് പറയണത്. ഉപ്പ് ഇടുമ്പോൾ അത് വസ്തുവാണ്. ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചെല്ലണത് എന്താണ്? അതിൻ്റെ രൂപം എന്താ? വിശ്വാസപ്രമാണമാണ്. അതെന്താ? വിശ്വാസപ്രമാണത്തിൻ്റെ ജിസ്റ്റ് എന്താണ്? യേശു കർത്താവാണ്. അതാണ് നമ്മൾ പറയണത്. യേശു കർത്താവെന്ന് പറയുന്നതിൻ്റെ ബ്രോഡർ ഫോമാണ്, വലിയ ഫോമാണ് വിശ്വാസപ്രമാണം. അത് വിശ്വാസപ്രമാണം ചൊല്ലിത്തീർക്കരുത്. വിശ്വാസപ്രഖ്യാപനം അത് പ്രഖ്യാപനമാണ്. ഓരോ വിശ്വാസപ്രമാണം ചെല്ലുമ്പോഴും പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ പറയണം എന്താണ്? യേശു കർത്താവാണ്, യേശു കർത്താവാണ്. ആ പ്രയോഗമാണ്. ഇപ്പം തന്നെ നമ്മൾ ആദ്യം കണ്ട കൊച്ചിൻ്റെ പേരെന്നാ? ബിജി സാബു അല്ലേ? ഇടയ്ക്ക് വെച്ച് നിന്ന് പോയില്ലേ അത്? ബിജു സാബുവിൻ്റെ പ്രശ്നം എന്താണ്? ഭർത്താവിന് അറ്റാക്കാണ്. അവിടെ വീട് ചെളിക്കുണ്ടി കിടക്കുകയാണ്. ഒരു നെഞ്ചുവേദന വന്നാൽ കയറി 50 മീറ്റർ മറ്റേ മുകളിൽ ചെന്നിട്ട് വേണം ഒരു വണ്ടി കിട്ടുക. അത് നടക്കത്തില്ല. ഒരു പ്രാവശ്യം കയറിയത് അവൾ പറയുന്നത് ദൈവം കയ്യിലെടുത്തുകൊണ്ട് മാത്രം മലമുകളിൽ ചെന്ന് റോഡെ കയറിയതാണെന്ന്. അപ്പോൾ ഇനി സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവളെന്ത് ചെയ്ത്? അവൾ ആ ഉപ്പ് കൊണ്ടുപോയി ആ ചതുപ്പിലിട്ട്, അമ്മേ ഇവിടുന്ന് ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എന്നൊരു വിശ്വാസപ്രമാണം ചെല്ലും. ആ സ്ഥലത്ത് മുഴുവനും ഉപ്പ് തളിച്ചിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. അമ്മേ, ജീവിക്കാൻ മാർഗ്ഗം, ഇവിടെ കിടന്ന് ഞങ്ങളെ ഇല്ലായ്മയായി പോവും, ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ എത്രയോ വർഷമായി അവരവിടെ ജീവിക്കണത്. ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എന്ത് പറ്റി? പിറ്റേ ആഴ്ച ആ സാധനം വിറ്റുപോയി. വിറ്റുപോയിട്ട് അവർ സന്തോഷത്തോടെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അമ്മ ഞങ്ങൾക്ക് റോഡിൻ്റെ അരികിലൊരു സ്ഥലം തന്നെന്ന് പറയും. അമ്മ ഞങ്ങൾക്ക് റോഡിൻ്റെ അരികിലൊരു സ്ഥലം തന്ന്, സമാധാനമായി. ഇനിയിപ്പോൾ കയറി വരേണ്ട സമയം എടുക്കത്തില്ലല്ലോ. പിന്നെ എൻ്റെ ഒരു ബന്ധുവിന് വീടില്ലായിരുന്നു. അപ്പോൾ എനിക്കും വീട് ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ വീടില്ലാത്തതിൻ്റെ വേദന എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ വിറ്റ കാശിനകത്ത് കുറച്ച് അവർക്ക് കൊടുത്ത് അവർക്കും വീട് സ്ഥലമായെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തോടെയാണ് അവർ പറയണത്. അതാണ് തന്നെ അത് പറയണ ഒരു സന്തോഷത്തോടെയാണ്. അവർ വളർന്ന്, ശരിക്കും ഉടമ്പടിയിൽ വളർന്നു. വീടില്ലാത്തതിൻ്റെ വേദന നമുക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ട് അവർക്ക് വീട് സ്ഥലമില്ലാഞ്ഞ കാരണം ഇതിൽ നിന്ന് കുറേ കാശ് അവർക്ക് കൊടുത്ത് അവർക്കും വീട് സ്ഥലമായി. അമ്മ ഞങ്ങൾക്ക് റോഡ് സൈഡിൽ ഒരു സ്ഥലവും തന്നു. എന്നിട്ട് ഞങ്ങളവിടെ വെള്ളം കുഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ 500 അടി കുഴിച്ചിട്ടും വെള്ളം കിട്ടിയില്ല. മലയല്ലേ ഇത്? നമ്മുടെ പോലെ തീരദേശത്തെ പോലെ 6 അടിയിൽ വെള്ളമില്ലല്ലോ. തീരദേശത്ത് ചാവടക്കാൻ പോലും എന്ത് പാടാ. 3 അടി കുഴിക്കുമ്പോൾ തന്നെ വെള്ളം വരും. അപ്പോൾ ഞാൻ ഇരുന്ന പള്ളികളിലൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇങ്ങനെ പിണം വെച്ചിട്ട് കോരിപ്പറ്റിക്കും കുഴിയിൽ നിന്ന് വെള്ളം. അപ്പോൾ അതുവരെ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. ഈ കുഴിയിലെ വെള്ളം മുഴുവനും വർഷകാലത്തെ നമ്മൾ മഴയത്ത് അടക്കാൻ ചെല്ലുമ്പോൾ ബക്കറ്റ് വെച്ച് കോരി പറ്റിക്കും.
ചിലപ്പോൾ അരമണിക്കൂറൊക്കെ എടുക്കും. നല്ല വെള്ളമാണ്, എല്ലായിടത്തും വെള്ളമല്ലേ. പക്ഷേ അവിടെ ഹൈ റേഞ്ചിലൊക്കെ ഉണ്ടാകുന്നൊരു കുഴപ്പം വെച്ചാൽ 500 അടി താത്തിയിട്ടും വെള്ളമില്ല, പാറപ്പൊടി തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ചങ്ക് പിടച്ചിൽ വന്ന്, എന്നാലും അവർ വിചാരിച്ചു ഉടമ്പടി ഉപ്പുണ്ടല്ല. അതാണ് വിഷയം. ആ ഹൃദയശുദ്ധത എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, 85,000 രൂപ ചിലവായി ഈ ട്യൂബ് കയറ്റിയപ്പോൾ. കുഴൽക്കിണറിന് വേണ്ടി ട്യൂബ് 500 അടി താഴെ ഇറക്കിയപ്പോൾ 85,000 രൂപ ചിലവായി. പക്ഷെ പാറപ്പൊടിയാണ് മൊളി വരണത്. അപ്പോൾ അവരിട്ടും പോയി, നടക്കത്തില്ല ചേച്ചി എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ രാത്രി വിളിച്ച് പറഞ്ഞ്, ചേച്ചി ഞങ്ങൾ വന്നിട്ട് ആ പൈപ്പൂരി തരാം. പൈപ്പ് വിട്ടായിരുന്നല്ല, പൈപ്പൂരി നിങ്ങൾ വിറ്റാൽ 85,000 രൂപ ആയിരുന്നു, 40,000 രൂപ പൈപ്പ് വിറ്റാൽ കിട്ടും. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യണമെന്ന് അവർ പറയണേ, ഇവിടുത്തെ 85,000 രൂപ ചിലവായില്ലേ. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നിട്ട് പൈപ്പൂരി തരാം, പൈപ്പൂരി വിറ്റാൽ നിങ്ങൾക്ക് 40,000 രൂപ കിട്ടും. അപ്പോൾ ഇവരത് കേട്ടതും കേൾക്കാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്നുവെച്ചും ഇവർ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വിശ്വസമാണെങ്കിലെ കുഴലിലിട്ട് രാവിലെ പൈപ്പ് വരാൻ വന്നപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അതാ വിഷയം. അത് പ്രയോഗം എന്ന് പറയുന്നതിന് വിശ്വാസ പ്രയോഗം. വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥനയുണ്ട്, വിശ്വാസ പ്രഖ്യാപനമുണ്ട്, അത് മനുഷ്യരുടെ മുമ്പിലാണ്. പിന്നെന്താണ് വിശ്വാസ പ്രയോഗം. അതുപോലെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തെ പ്രയോഗിക്കും. അപ്പോഴാണ് ഈ കരിമ്പാറയെന്ന് വെള്ളം ചീറ്റണത്. ഇതിങ്ങനെ എത്രയോ ആയിരക്കണക്കിന് അനുഭവങ്ങളല്ലേ ഉടമ്പടിയിലുള്ളത്. അപ്പോൾ നിങ്ങളിതൊക്കെ നോക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും ഞാൻ നിങ്ങളെക്കുറിച്ച് വല്ലപ്പോഴും നല്ല വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും. വല്ല കാലത്തും നിങ്ങളെക്കുറിച്ച് ഞാൻ നല്ല വർത്തമാനം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പറയത്തില്ല. അതിൻ്റെ കാരണം ഈ ഉപ്പിടുമ്പോൾ ഒരു 100 പേര് ഉപ്പിട്ടാൽ 2 പേർക്ക് മാത്രമേ വെള്ളം കിട്ടത്തുള്ളൂ. അതെന്താ കാര്യം? ബാക്കി ഉപ്പിടുന്ന കക്ഷികളാരും ഉപ്പിടാൻ വേണ്ടി വളർന്നിട്ടില്ല. അതാണ് പ്രശ്നം. വെറുതെ ഇവിടുന്ന് ഉപ്പും എടുത്തുകൊണ്ട് പോയി ഇടണമെങ്കിൽ 2 കിലോ ഉപ്പ് കൊണ്ട് ഇട്ടാൽ മതിയില്ല. പക്ഷെ വർക്കൗട്ട് ചെയ്യത്തില്ല. അധികാരമില്ലാത്ത കാരണം വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ എവിടെയൊക്കെ ഉടമ്പടി തേൻ തേച്ച് തേൻ കുടിച്ചെന്നൊക്കെ പറഞ്ഞ കാര്യമൊന്നുമില്ല. ആ വ്യക്തി അതിനുള്ള യോഗ്യത ഉണ്ടാകണം. അതിന് ദൈവ സ്വഭാവത്തിലേക്ക് ആ വ്യക്തി വളരണം. ആ ദൈവ സ്വഭാവത്തിലേക്ക് വളരുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പം നമുക്കറിയാമല്ലോ 2 പത്രോസ് 1:4 ദൈവ സ്വഭാവത്തിലേക്ക് വളരാൻ. അത് തന്നെയല്ലേ അവസാനിക്കണത്. എന്താണ്? കൊളോസ്യസ് 3:10 സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവാൻ. അപ്പം നമുക്ക് നവീകരിക്കപ്പെടുന്നെങ്കിൽ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കകത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ ആരാ? ക്രിസ്തുവാണോ? എനിക്ക് തോന്നണില്ല. ഇപ്പോൾ കൊളോസ്യസ് 3:10 പറയുന്ന സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കകത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവാൻ പറയണില്ലേ? അപ്പം ഈ പുതിയ മനുഷ്യൻ ആരാ? സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തുവാണോ? അപ്പം ക്രിസ്തുവാണെങ്കിൽ പിന്നെ പഴയ മനുഷ്യനെ അതിൻ്റെ ചെയ്തികളോട് ദൂരെ എറിയാൻ വേണ്ടി ക്രിസ്തു പഴയ മനുഷ്യനല്ലല്ലോ. അപ്പം ക്രിസ്തുവിനെ നമ്മൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരരുത്. ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ തന്നെയാണ്. പക്ഷേ വെൻ വി കണക്റ്റഡ് വിത്ത് ഹ്യൂമൻ ക്രീച്ചേഴ്സ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ ആരാണ്? സൃഷ്ടിയായ അമ്മ തന്നെയാണ്. പൗലോസ് അറിഞ്ഞെങ്കിലും അറിയാതെ പറയുന്നൊരു കാര്യം എന്താണ്? നിങ്ങൾ അമ്മയെപ്പോലെ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് Behold the handmaid of the Lord, be it done to me according to thy word. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ ഇതിൽ നിറവേറട്ടെ. അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് മാതാവിൻ്റെ അധ്യാത്മത്തിലേക്ക് വളരുന്ന വ്യക്തി കർത്താവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യൻ അധികാരമുള്ളവനാണ്. ഈ അധികാരമുള്ളവനാണ് വിശ്വാസം പ്രയോഗിക്കുമ്പോൾ പെട്ടെന്ന് മറുപടി വരണത്. അധികാരം പ്രാപിക്കാൻ നോക്കുക. ഉപ്പും അതുപോലെ തന്നെയുള്ള നേർച്ച വസ്തുക്കളൊക്കെ ഉടമ്പടി തൈലൊക്കെ ഉപയോഗിക്കണ മുമ്പ് കർത്താവിൻ്റെ വചനത്തിൽ വിശുദ്ധീകരിച്ചുകൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കത്ത് ഉയരുന്ന അധികാരമുള്ള മനുഷ്യനെ പോലെ വളരുക. ശ്രുതികട ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 22:32. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ലൂക്ക 22:32. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. ഈ ലെവലാണ് അധികാരത്തിന്റെ ലെവൽ എന്ന് പറയുന്നത്. നീ ദൈവത്തിലേക്ക് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം? നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. അതാണ് ആ ചേച്ചി ചെയ്തത്. ചേർത്തല വെച്ച് മകളെ, അമ്മമാർക്ക് രണ്ടുപേർക്ക് വേണ്ടെങ്കിലും നിന്റെ പ്രസവം ഞാനെടുക്കും, പക്ഷെ കർത്താവിന് വേണ്ടി നമുക്ക് കുഞ്ഞിനെ വളർത്തും. അതാണ് ശക്തിപ്പെടുത്താൻ. കണ്ടല്ലേ? നീ എഴുന്നേറ്റ് നിന്ന് നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തുകയും. അപ്പോൾ കർത്താവ് നമുക്ക് നൽകിയ ഒരു സംഭവമാണ്. എനിക്ക് കത്തോലിക്ക സഭയെക്കുറിച്ച് ഭയങ്കര സങ്കടങ്ങളുള്ള ഒരാളാണ്. ഒരു സങ്കടം എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു സഭയാണിത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സഭ. രക്ഷകർണ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, സഹോദരനെ ശക്തിപ്പെടുത്തുക, കർത്താവിനെ അറിയാത്ത അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക, സുവിശേഷം കൈമാറുക എന്നൊരു വിഷയത്തിൽ സഭയിൽ ഭയങ്കരമായ ആസ്തിഭദ്രതയും അതുപോലെ തന്നെ ശുശ്രൂഷ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ആത്മാക്കളുടെ വീണ്ടെടുപ്പിനും ക്രിസ്തുവിനെ കൈമാറുന്നതിനും ക്രിസ്തുവിൽ വളർത്തുന്നതിനും വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവർ വേറെ പല കാര്യങ്ങളും ചെയ്യുന്നു. അതാണ് പ്രശ്നം. നമ്മുടെ ദ്രവ്യ നഷ്ടം, നമ്മുടെ ചൈതന്യ നഷ്ടം, കൃപാനഷ്ടം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവരെ, ക്രിസ്തുവിനെ കൈമാറാനും ക്രിസ്തുവിൽ വളർത്താനും വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവരെ അവരുടെ അഭിവൃദ്ധിക്ക് അനുസരിച്ചുകൊണ്ട് അവർ ഓരോരോ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവസാനം വരുമ്പോൾ ഇവരെല്ലാവരും ഒരേ സമയം ക്രിസ്തുവിനെ കൈമാറാനും ക്രിസ്തുവിൽ തളർന്നിരിക്കുന്നവരെ ഇതുപോലെ ശക്തിപ്പെടുത്താനും കഴിഞ്ഞെങ്കിൽ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ വേണ്ടി നമുക്ക് വെറും 12 കൊല്ലം മതി. അതുകൊണ്ട് തന്നെ സഭയെന്ന് പറയുന്ന ഏറ്റവും ഉത്തുംഗമായ, ഏറ്റവും ദൈവദത്തമായ സംവിധാനത്തിൻ്റെ ക്രിസ്തു കൈമാറ്റത്തിൻ്റെ ശക്തി മിഷന് വർദ്ധിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 എല്ലാവരും എഴുന്നേൽക്കുക. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.